എടോ ആ ലോറി ഒന്ന് നിർത്ത്. സാറേ മുരുകൻ ചേട്ടന്റെ വണ്ടിയാ. ഇറങ്ങണ താഴെ. സാറ് വന്ന കണ്ടില്ലേ? അങ്ങോട്ട് മാറി നിൽക്ക്. ഇൻസ്പെക്ടർ വണ്ടി ചെക്ക് ചെയ്യൂ. ചേട്ടാ വണ്ടി പിടിച്ചിട്ടുണ്ട്. ആരാടാ? ആ ഇൻസ്പെക്ടർ തഹസിൽദാരുവാ. ഫോൺ തഹസിൽദാർക്ക് കൊടുക്ക്. ഹലോ, ആരുടെ വണ്ടിയാണെങ്കിലും വിടരുത്. പെർമിറ്റ് ഇല്ലാതെ വണ്ടിയിലെല്ലാം ലോക്ക് ചെയ്യൂ. ആരാണെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞാൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ ശരി വെക്കൂ. എന്താടോ? മുരുകൻ ചേട്ടൻ ലൈനിലുണ്ട്. ഹലോ, മണല് കടത്തിയ നാട് മുടിഞ്ഞു പോകത്തൊന്നുമില്ല. പലരും പലതും കടത്തി കോടികളാ ഉണ്ടാക്കുന്നത്. സാറിന് എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി. നീ വിചാരിക്കുന്ന പോലത്തെ ഓഫീസറല്ല ഞാൻ. ഫോൺ വേടാ. ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാലോ. നീ ആരാണെങ്കിൽ എനിക്ക് എന്താടാ? ഫോൺ വേടാ. കാവേരി ഡെൽറ്റയിൽ ഇതുവരെ എത്രയോ റൗഡികളെ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ എൻകൗണ്ടർ ലിസ്റ്റിൽ ഇനി ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇവന്റെ പേരാണ് അറ്റാക്ക് മുരുകൻ. ഈ ഡിസ്ട്രിക്റ്റിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും ഇവന്റെ അറിവോടെ നടക്കൂ. ഹേ മനീഷ, ഒന്നവിടെ നിക്ക്. എന്താടാ? എന്താ വേണ്ടേ? ലവ് ലെറ്ററാ. ഇനി എന്റെ പുറകെ വന്ന ചെരുപ്പൂരി തല്ലുന്നേ. എന്താടാ മച്ചു, സക്സസ് ആണോ? എന്താ നീ തിരിയാത്തെ? എടാ, അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചോ? അവൾ എന്താടാ കരുതിയിരിക്കുന്നത്? 365 ദിവസവും നിന്റെ കാർ തുപ്പോള്. എന്തായാലും എന്റെ ആള് കുഴപ്പമില്ല, മുഖത്തൊന്നും കാറ് തുപ്പില്ല. അവനോടൊപ്പം കൂടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനോടൊത്തല്ലേ കറങ്ങുന്നേ? നീ ഒരിക്കലും നന്നാവില്ല. ഈ വർഷം ഫെയിലാ. എല്ലാം എന്റെ തലയിൽ എഴുത്ത. ശരി, നീ അവളെ എന്ത് ചെയ്യാൻ പോവാണെന്ന് പറ. എടാ, എന്താടാ ഇത്? സംഭവം അല്പം കടുപ്പാണല്ലോടാ. ഫസ്റ്റ് ഞാൻ, രണ്ടാമത് നീയ്. ഓക്കേ? എടാ, ഇതൊന്നും വേണ്ടടാ. പൈസയെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. 11th സ്റ്റാൻഡേർഡിലെ 6 മുഖം ഒരുത്തുണ്ട്. നിനക്കാരടാ ഇത്ര ധൈര്യം തന്നത്? അയ്യോ ചേട്ടാ, തല്ലല്ലേ. എന്താടാ നമസ്കാരം ചേട്ടാ. മാറ്റർ എന്താണ്? അല്ലേട്ടാ, ഫ്രണ്ട് ഒരു ലവ് മാറ്റർ. ശരി, ഒരു സഹായം ചോദിച്ചു നിങ്ങളടുത്ത് വന്നതാ. ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ വെയിറ്റ് ചെയ്യ്. നീ പോടാ. എന്താടാ ഈ പറയുന്നേ? സംഭവം വലുതാണല്ലോടാ. എവന്റെ അച്ഛൻ ബാങ്ക് മാനേജറാ. ശരി, പണത്തിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേട്ടാ, ആദ്യം ഇവൻ, പിന്നെ ഞാൻ, അത് കഴിഞ്ഞ് അണ്ണനുള്ളതാ. ഇതിലൊരു മാറ്റം ഉണ്ടാവൂല. ഒരു ഐഡിയ ഉണ്ടടാ. പബ്ലിക് നാഗരാജ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. വെട്ടുന്നതിൽ നിന്ന് കുത്തുന്നത് വരെ എല്ലാം പബ്ലിക്കായിട്ടേ ചെയ്യൂ. പക്ഷെ ഒരു കണ്ടീഷൻ, ആ പെണ്ണും ഇവനെ ലവ് ചെയ്യുന്നു എന്ന് വന്ന് പറയണം. അത് ഞങ്ങളേറ്റു. കാരണം പുള്ളിയുടെ ലവ് മാരേജ് ആണ്. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം ചേട്ടാ. ആരടാ നിങ്ങള്? കുമാറിന്റെ മോനെ. മോഷണ കേസിലാകത്തുള്ളല്ലേ? അതെ അതെ അതെ. അച്ഛൻ എപ്പോഴാ റിലീസ് ആവുന്നേ? അടുത്ത മാസം റിലീസ് ആവുന്നു. ഓ അത് ശരി. അതെ ശരി, വന്ന കാര്യം പറ. ചേട്ടാ ഇതെന്റെ ഫ്രണ്ടാ. ഒരു വർഷമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിക്കുകയാണ്. ആ പെണ്ണും ഇവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ പെണ്ണിന്റെ വീട്ടിൽ അവർ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവന്റെ അച്ഛൻ ബാങ്ക് മാനേജറാണ് ഏട്ടാ. പൈസ ഒരു പ്രശ്നമേ അല്ല. പെണ്ണിനെ ഒന്ന് പൊക്കി തന്നാ മതി ഏട്ടാ. ഇവൻ തിരുപ്പതി വെച്ച് താലി കെട്ടും. പൈസയുടെ ആവശ്യമൊന്നുമില്ല, കാറ് മാത്രം റെഡിയാക്കി വെച്ചോ.
എന്താടാ ലവ് ചെയ്യുന്നെങ്കിൽ വിളിച്ചാൽ തന്നെ അവള് വരുമല്ലോ. പൊക്കേണ്ട ആവശ്യം എന്താ ഉള്ളേ? അതല്ല ചേട്ടാ, അവളെ വീട്ടിൽ പിടിച്ചു വെച്ചിരിക്കുക, അതുകൊണ്ട് ഇറങ്ങി വരാൻ പറ്റുന്നില്ല ഏട്ടാ, അതാണ്. എവിടെ വെച്ചാ കല്യാണം? തിരുപ്പതി. പഴനി. എന്താടാ ഓരോരുത്തരും ഓരോ സ്ഥലമായിട്ട് പറയുന്നേ? ഇല്ലേട്ടാ, അവന്മാര് പേടി കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞതാ. ഇടാ നിങ്ങൾ പേടിക്കണ്ട, നമ്മുടെ ചേട്ടനുണ്ട്. ചേട്ടൻ ഈ കല്യാണം നടത്തി വെക്കും, പേടിക്കണ്ട. ഇങ്ങ വന്നേ, വാടാ, പേടിക്കണ്ട, നിക്ക്. നീ എന്തിനാ പേടിക്കുന്നേ? ചേട്ടനുള്ളപ്പോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കേട്ടല്ലോ. ആ നീ ആ മരത്തിന്റെ അവിടെ പോയി നിക്ക്. ശരിയേട്ടാ. നീ ആ മരത്തിന്റെ അടുത്ത് പോ. എടാ എന്താടാ നിക്കാൻ പറഞ്ഞപ്പോ നീ ഓടുകയാണല്ലോ. നിക്കാണ് ഏട്ടാ. മര്യാദക്ക് നിക്കടാ. ഇങ്ങോട്ട് വന്നേ, പറയട്ടാ. ഞാൻ പറയുന്ന പോലെ കേൾക്കണം. ഓക്കെ, അകത്ത് കയറിയിരിക്കെ. പോടാ. ചേട്ടാ ഞാൻ കാലാണോ പിടിക്കണ്ടേ? ദാ ഒന്ന് വായടച്ച് മിണ്ടാതിരിക്കടേ. ശരി ഏട്ടാ. അതെ. കേറ്റി കേറ്റി വേഗം. എന്താ അത്? ആ സൈഡിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? അവരെന്നെ തട്ടിക്കൊണ്ട് പോകാൻ പേടിക്കണ്ട, നീ പോയി ജീപ്പിലിരിക്കും. ഇതെന്താടാ പോലീസ് വന്നിരിക്കുന്നത്? ഇതൊക്കെ പോലീസിന് എങ്ങനെ അറിയാം? ചേട്ടാ, പറയടാ. അവളുടെ അച്ഛൻ ഇവിടത്തെ SP ആണ് ചേട്ടാ, അതുകൊണ്ടാ. പെണ്ണും പിള്ളയുടെ വാക്കും കേൾക്കാതെ വന്നതല്ലേ. എനിക്കിത് വേണം. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടല്ലേ പന്നികള്. നിങ്ങളുടെ കാലെടുത്ത് മുകളിലോട്ട് വെക്കടാ. എടാ നിന്നോടും കൂടിയാ. എല്ലാരും കണ്ണൊന്ന് അടച്ച്. പഠിക്കുന്ന പ്രായത്തിലൊക്കെ നിനക്ക് എന്തോടാ പ്രേമം? ഒരു ഡോക്ടർ തെറ്റിയതാ വേറൊരു ഡോക്ടർ രക്ഷിക്കും. ഒരു പോലീസുകാരൻ തെറ്റിയതാലോ വേറൊരു പോലീസുകാരൻ രക്ഷിക്കും. നിന്റെ കെട്ടിയാനോ ഒരു റൗഡി. ആ റൗഡിയെ രക്ഷിക്കാൻ വേറൊരു റൗഡിയെ കൊണ്ടേ കഴിയൂ. കാര്യം എന്താടാ? ഒരു 30,000 വാങ്ങിച്ചേട്ടാ, 5 രൂപ പലിശയാ. ഇതുവരെ 1.5 തിരിച്ചു കൊടുത്തു. കൂടുതൽ 50,000 ചോദിക്കുക. എനിക്കും കുടുംബമൊക്കെ ഇല്ലേ? ഇനി കൊടുക്കാൻ എന്റെ 10 പൈസ ഇല്ല. എന്തിനാ 50,000 കൂടുതൽ വാങ്ങുന്നത്? അതെ, ഇത് സ്പീഡ് പലിശയല്ല, എക്സ്പ്രസ് പലിശയാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. നീ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ ഞാൻ എവിടെയൊക്കെ പോകുന്ന നിനക്ക് അറിയാലോ അല്ലേ? അടിക്കല്ലേ, അടിക്കല്ലേ. ഞാൻ അവന്റെ പണം കൊടുത്തേക്കാം. എന്താ ചേച്ചേ, ദിവസം വേട്ടയ്ക്ക് പോണ്ട്, പക്ഷെ ഒന്നും കിട്ടുന്നില്ല. എടാ നന്നായിട്ട് കവറേജ് ചെയ്യടാ, നമുക്ക് നെറ്റിലിടേണ്ടതാ. എന്റെ അമ്മോ, ഒക്കെ ഒരുപടി എന്നടേ. ഒന്ന് ക്രോസിൽ എടുക്കണം. അല്ലേ എടാ ചക്കന്മാരെ, ഞാൻ കുറെ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് തീരെ ശരിയില്ല. ഒരുപാട് നീ സംസാരിച്ചാ പോക്കറ്റിനകത്ത് ആസിഡ് വെച്ചിട്ടുണ്ട്, എടുത്ത് ഞാൻ അങ്ങോട്ട് ഒഴിക്കും. എന്നാ പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ? എടാ കാശ് കൊടുത്തിട്ട് എഴുതി വാങ്ങിക്കോ കേട്ടോ. ചെല്ലിയല്ലോ. നീ ഒന്ന് വാ. കേട്ടാ, നിനക്കെന്താടാ പ്രശ്നം? എന്റെ പെങ്ങന്മാരെ ആ റൗഡി ചക്കന്മാര് മോശമായിട്ട് ഫോട്ടോ എടുക്കണം ഏട്ടാ. എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ മെരട്ടാണ് ഏട്ടാ. എവിടെ ആരാ അത്? ദാ കണ്ടോ, ആ ചക്കന്മാരാണ് ഏട്ടാ. ഇനി അവന്മാര് ഈ വഴിക്ക് വരില്ല പോരെ? ശരി ഏട്ടാ, ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. പറയാം ചേട്ടാ, പറയാം. അല്ല ആരുടെ ഫോട്ടോടാ എടുത്തു പറഞ്ഞു? എന്റെ പെങ്ങളാണ് ഏട്ടാ. എടുക്കിളിയേ, ഇവിടേക്ക് വാ. ഈ ഏട്ടനാണ് ചക്കന്മാരനൊക്കെ അടിച്ചോടിച്ചത്. ഏട്ടൻ ആരാന്ന് അറിയോ നിക്ക്? ഏട്ടനാണ് അറ്റാക്ക് മുരുകൻ. എൻകൗണ്ടർ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട് മുരുക. അതുകൊണ്ട് വേഗം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് സെറ്റിൽ ആകാൻ നോക്ക്. ബസ് സ്റ്റാൻഡിൽ ഏതോ ഒരു പെണ്ണിനെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു? പറയല്ലോ, പാടുകയല്ല ചെയ്തിരുന്ന്. അല്ല, പെണ്ണ് നമ്മുടെ ജാതിയാണോ?
ബ്രാഹ്മിൻസാ? ഉംഹും. മുസ്ലിമാണോ ഉംഹും. അതോ ക്രിസ്ത്യനോ? അല്ലടാ, നേപ്പാളി? അല്ല. പിന്നെ ഏത് ഉഗാണ്ടയിലുള്ള ജീവിയാ? ആഹാ. വാ, ചായ കുടിക്കാം. ചായ പറയട്ടെ? ശരി ചേട്ടാ, കുടിക്കാലോ? ആശാനെ 2 ചായ. ആ ശരി. നിക്ക് കുടിക്കില്ല. ഗ്ലാസ്സിൽ തന്നെ. ഓ ചേട്ടാ, ഇങ്ങ് വാ. ഇത് എന്ത് ഗ്ലാസ്സാടോ ഇത്? അതായത് അവരും നമ്മൾ ഒരുപോലെ അല്ലല്ലോ. നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ കൊടുക്കാൻ പറ്റുമോ? അടിക്കല്ലേ, എന്നെ അടിക്കല്ലേ. ഗ്ലാസ് എടുത്തോണ്ട് വാ. ശരി, അതുപോലെ ചെയ്യാം. നമ്മൾ കുടിക്കുന്ന അതേ ഗ്ലാസ്സിൽ കൊണ്ടുവാ. കൊടുക്ക്. കുടിക്ക്. കുടിക്കടാ, കുടിച്ചോ. ഇങ്ങനെ എന്നാ ശരി. പോയിട്ടോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ശരിയേട്ടാ. നീ പോയി ഇൻസ്പെക്ടർ കണ്ട് 2 വണ്ടിയിൽ സാധനം വരുമെന്ന് പറ. കേട്ടല്ലോ? അളയാ, ഫോൺ അടിക്കുന്ന നാട്ടില്ലേ, എടുക്കേ. ഡൽഹിന്ന് അനിയനാ, വല്ലപ്പോഴും ഡൽഹിന്ന് ഇളയമോൻ സംസാരിക്കുന്നു. ഒന്ന് വേഗം വാ. ഹലോ ചേട്ടാ. കട്ടായി പോയി. ഏട്ടനും അനിയത്തിയും കൂടെ ചേർന്ന ഡൽഹിന്ന് വരുന്ന ഫോണിൽ സംസാരിക്കാൻ എന്നെ വിടില്ലല്ലോ നിങ്ങളെ. പാവം എന്റെ മകൻ. നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. അമ്മ സംസാരിച്ചിട്ട് നിനക്ക് സംസാരിച്ചാ പോലെ. പോ ചേട്ടാ, ചേട്ടൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അമ്മയോട് മാത്രമേ സ്നേഹമുള്ളൂ. ഈ ഫോണിൽ പോലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട റിംഗ് ടോണാ വെച്ചിരിക്കുന്നത്. മണ്ടി ഫോൺ ചെയ്. നിന്നോട് എനിക്ക് സ്നേഹമില്ലെന്നോ? എന്ത് ചേട്ടനാ ചേട്ടാ. എനിക്ക് എന്താ കാര്യം? പോലീസ് പിടിച്ചോണ്ട് പോയി എന്റെ ഭർത്താവിനെ രക്ഷിക്കണം. ജയിലിൽ നിന്ന് വന്നത് മുതൽ ഇന്ന് വരെ ഒരു പ്രശ്നത്തിനും പോവാറില്ലായിരുന്നു. ഓരോ കേസായിട്ട് അവസാനിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നെന്ന് അറിയില്ല ചേട്ടാ. ഹലോ കുഞ്ഞാ. ഒന്നുമില്ല കുഞ്ഞാ, നമ്മുടെ പബ്ലിക് നാഗരാജിനെ പൊക്കിയില്ലേ? അതേടാ, സത്യം തന്നെയാ. അവനിപ്പോ എവിടെ ഉണ്ട്, ഏത് കേസാ ചാർജ് ചെയ്തിരിക്കുന്നെന്ന് നോക്കി പറ. ശരി, ഞാൻ നോക്കിട്ട് പറയാം. അവന്റെ ഭാര്യ ഇവിടെ ഒന്ന് കരഞ്ഞോണ്ടിരിക്കുക. നീ ഇപ്പൊ തന്നെ ഒന്ന് നോക്കി പറ. ആ ശരി. Yes, sir. Okay, sir. വണ്ടിയെ ഒറ്റപ്പാലം സൈഡിലേക്ക് തിരികെ. വണ്ടി നിർത്ത്. നിന്നെ വെറുതെ വിടില്ല. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ഞാൻ ഒരിക്കലും നമ്മളൊന്നും ഇങ്ങനെ ആവാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ കല്യാണം കഴിക്കരുതായിരുന്നു. നിന്റെ ഭാര്യ ഒന്ന് കരഞ്ഞപ്പോ വേദനിച്ചടാ. അതുകൊണ്ടാ എങ്ങനെ ചെയ്ത്. ഇനി നീ നാട്ടിൽ നിൽക്കണ്ട. പോലീസ് വെറുതെ വിടില്ല. ഇതാ
ഈ കാർഡ് കൊണ്ട് നീ ബോംബെയിലേക്ക് പോ. ആന്റണി അവിടെയുണ്ട്, അവന്റെ വിസിറ്റിംഗ് കാർഡാ. അവിടെ പോയി സെറ്റിലേക്ക് അവൻ നോക്കിക്കോളൂ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. സാരമില്ലടാ, നീ പോയി രക്ഷപ്പെടുപ്പോ. രാവിലെ മുതൽ തുടങ്ങിയതല്ല, മതി സാറേ. ആരടാ അറ്റാക്ക് മുരുകൻ? അവനെന്താ അത്രയ്ക്ക് വലിയ റൗഡിയാണോ? സാറേ, അവന്റെ പിന്നാലെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്നെ അടിച്ചിട്ടിട്ട് അവൻ അഖിഷ്ണനെ അങ്ങോട്ട് പോയി. DSP അടുത്ത് പറഞ്ഞു നോക്കി ഒരു പ്രയോജനവും ഇല്ല. SP അടുത്തും പറഞ്ഞു ഒരു പ്രയോജനവും ഇല്ല. അത്രയ്ക്ക് വലിയ ആളാണോ അവൻ? ഇവിടുത്തെ MLA MP ഒക്കെ അവന്റെ ആളാ സാറേ. വേണ്ട സാറേ, നമുക്ക് ഒതുങ്ങി പോവാം. ഒതുങ്ങിപ്പോകുന്ന ആള് ഞാനല്ല. എനിക്ക് എന്റേതായ ഒരു പോളിസി ഉണ്ട്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. എന്തിനാ ആവശ്യമില്ലാതെ ഹാജരാവുന്നത്? അല്ലടാ, ഇത് ചെയ്തത് ഞാനല്ലേ. ഞാനിപ്പോൾ ഹാജരായില്ലെങ്കിൽ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി അന്വേഷണം അതും എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും പാവപ്പെട്ട പിള്ളേരെ പിടിച്ച് അവസാനം കേസ് ഒതുക്കി തീർക്കും. തെറ്റിയത് ഞാനല്ലേ. ഞാൻ ഹാജരാകുന്നത് അതിൻ്റെ ശരി. മോനെ, അമ്മേ അമ്മേ, എന്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നമ്മേ. ഇടത്തേക്കണ്ണ് തുടിക്കുന്നുണ്ടെങ്കിലേ നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കാണാൻ പോകണമെന്ന് അർത്ഥം. ചുമ്മാ ഇരിയമ്മേ. പൊടി വീണിട്ടുണ്ടാവും, നീ ജോലി നോക്കടി. എടോ, ഒരു 3 ആയെന്നേ. അമ്മേ, എന്നെ ഒരാൾ അവിടുന്ന് തുറച്ചു നോക്കുന്നമ്മേ. നീ എന്തിനാടി അവനെ നോക്കുന്നത്? അവനെ ഒരു ആഭാസന. കുട്ടികള് ബലൂൺ ചോദിക്കുന്നത് കൊടുക്ക. സാറേ, ആ പെണ്ണിൻ്റെ അടുത്ത് പോയി ഒരു ബലൂൺ മേടിച്ചു തരൂ. ഇവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തേക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് വരും. പോയിട്ട് വാ ചേട്ടാ. ആ ശരിടാ. നമസ്കാരം സാറേ. നീ ആണോടാ ശശി? അതെ സാറേ. നാട്ടുകാരുടെ ആടിനെയും കോഴിയൊക്കെ മോട്ടിക്കുന്നതാണോടാ നിന്റെ ജോലി? അങ്ങനെയൊന്നും ഇല്ല സാറേ. കള്ള റാസ്കൽ, എന്നോടാണോടാ കള്ളം പറയുന്നേ? 1 മാസമായിട്ട് നിന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല സാറേ. ഗണേശന്റെ മോട്ടറിലൊന്ന് കൈവച്ചതാ. അയാൾ എന്നെ ക്ഷമിച്ച് വിട്ടതാ സാറേ. ഈ മുരുകനെ എന്നെ ഇങ്ങനെ അടിച്ച് ഈ കോലത്തിലാക്കി നാട്ടിനകത്തേക്ക് എന്നെ വരാൻ സമ്മതിക്കാത്തത് സാറേ. ഭാര്യയും മക്കളെയും കണ്ട് ഇന്നേക്ക് 1 മാസമായി. ശരി, നാളെ തന്നെ പൊയ്ക്കോണം. സാറ് പറയുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാൻ നാട്ടിലേക്ക് പോവാൻ സാറേ. നാട്ടിൽ പോവുക മാത്രമല്ല, മുരുകന്റെ വീട്ടിൽ നീ പോകണം. ശരി സാർ, അങ്ങനെ ചെയ്യാം. എന്താടോ ഓരോരുത്തർ ജയിലിൽ കള്ളും കഞ്ചാവോ ചോദിക്കുന്നേ? നാട്ടിലെല്ലാവരും നീ ഒരു വലിയ ദാതയെന്നാ പറയുന്നേ. നീയാണെങ്കിൽ കുട്ടികളെ പോലെ ബലൂൺ പാക്കറ്റ് ചോദിച്ചു മേടിക്കുന്നു. എന്നാ പിടിച്ചോ, 2 അടിച്ച് കിടക്കാതെ ബലൂൺ പിടിപ്പിച്ചോണ്ടിരിക്കുക. കനിയാ, വണ്ടി നേരെ കോളനിക്ക് വിട്. മോനെ, ആദ്യം വീട്ടിലേക്ക് പോവാം, പിന്നെ നീ എവിടാന്ന് വെച്ച വെക്കും. വീട്ടിലേക്ക് വിടറാ. അമ്മേ, എടാ എല്ലാരും ഇരിക്കേ. മാ വന്നേ. വാടാ അമ്മേ. ഒന്ന് തന്നാലുണ്ടല്ലോ. ഇങ്ങനെ പോയി വരുമ്പോ ആദ്യം കുളിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? പോ പോ. പണിയാണല്ലേ മരുമകന് പറ്റിയ ഒരു അമ്മാവൻ. ഈടാ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിയുണ്ടോ? അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ? എനിക്കെന്തോ താല്പര്യം ഇല്ലാത്ത പോലെ. മോനോട് തന്നെ നേരിട്ട് അങ്ങ് പറ. അത് ശരി, അപ്പോഴേക്കും നീ കുളിച്ചിട്ട് വന്നോ? അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്. ശരി, 1 ഉരുള ചോറുണ്ടിട്ട് പോ. വേണ്ടമ്മേ, വെള്ളം മതി. ചേട്ടാ, നീ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കേക്കോ? എടീ, നീ എന്താ ഇവിടെ? അവളുടെ അടുത്ത് എന്തിനാ ചാടുന്ന? ഞാനാ വരാൻ പറഞ്ഞത്. മാമാ, ഇത് ശരിയല്ല. അതൊക്കെ ശരിയല്ല. ചേച്ചി അവൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാണോ? ഏയ്, അറിവില്ലാതെ സംസാരിക്കാതിരിക്കെ. നിങ്ങളെ 2 പേരെയും പേടിച്ചുകൊണ്ട് അവൻ എത്ര നാളാ സ്വന്തം ഭാര്യയും കുട്ടികളെയും കാണാതിരിക്കുക? ഇവനൊരു കല്യാണം കഴിച്ചെങ്കിലല്ലേ ഭാര്യയുടെ വില എന്താ, മക്കളുടെ വില എന്താന്ന് ഇവൻ അറിയാൻ സാധിക്കൂ. പാവം കുട്ടികളെ വെച്ച് അവൾ എന്ത് ചെയ്യാനാടാ? അവൻ അറിയാതെ എന്തോ തെറ്റ് ചെയ്തു പോയി.
ഇപ്പൊ അവന് നല്ലവനായി ജീവിക്കണമെന്നുണ്ട്. അപ്പൊ അവനോട് ക്ഷമിക്കാതെ നീ ഇങ്ങനെ അവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതിരിക്കടാ. ഏയ് എവിടെയാടി അവനെ വിളിക്കേ. ഇങ്ങോട്ട് വന്നേ. ഒന്ന് വേഗം വാടാ. ഇത് നോക്കടാ, അവനോട് നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവനെ വിളിച്ച് 2 വീക്ക് അവൻ പാവാടാ. അവനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ മോനെ, മനസ്സിലായോ? കേട്ടോടാ, അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാം. ഇനി അങ്ങനെ സൈക്കിൾ കാണാനില്ല, പമ്പ് കാണാനില്ല, മോട്ടർ കാണാനില്ല എന്ന് പറഞ്ഞ വല്ല കംപ്ലൈന്റും വന്നാ പരിപ്പിളക്കും ഞാൻ. എന്റെ കൂടെ ഉള്ളവരൊക്കെ ഗുണ്ടായുസം കാണിക്കും, ഇതുപോലുള്ള പോക്കൃത്തരം കാണിച്ചിട്ട് വരില്ല. മര്യാദക്ക് ഇരിക്കണം. ഇത് നിന്റെ അവസാനത്തെ ചാൻസാ. ഓ എടാ പോകാൻ പറ്റേ, വാ വാ. എന്നാ പോയി ചിക്കനോ മട്ടനോ വാങ്ങി ഉണ്ടാക്കി കഴിക്കും. പോ. ഇതാണ് എന്റെ മോന്റെ സ്വഭാവം. എന്റെ മോന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ സ്വഭാവം? അമ്മേ ആ? ഞാൻ പോയിട്ട് വരാമേ. എടാ ഒന്ന് പോയിട്ട് നിക്ക്. കാര്യമുണ്ട്. എടാ അമ്മ പറയ്. ഞാൻ നിനക്ക് വേണ്ടി നാടൻ കോഴീന്റെ കൂട്ടാൻ വെച്ചിട്ടുണ്ട്, ഇരുന്ന് കഴിക്കേ. ഇതിലും വലിയൊരു വിരുന്നവിടെ കാത്തിരിക്കുക. വാ മാമ. എടാ നിക്കടാ, അവൻ ചിറകും വിരിച്ച് പറക്കുമ്പോ നീ എങ്ങോട്ടടാ? എങ്ങോട്ടാ ധൃതി പിടിച്ച് ഒരു ഓടുന്നത്? കാര്യം പറയട്ടെ, അവന് വേണ്ടി നമ്മൾ എത്ര അടുത്ത് പെണ്ണ് കാണാൻ പോയി. അതിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? 100 എണ്ണത്തിന് കണ്ടില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ തനിക്ക് ഇഷ്ടപ്പെടുന്ന അവൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് ഒരു മഹാലക്ഷ്മി വന്നിട്ടുണ്ടാവില്ല. എനിക്ക് ഭാഗ്യമില്ല. ഇനി ചേച്ചിക്ക് ആ പേടി വേണ്ട. എന്താടാ നീ പറഞ്ഞത്? ഇപ്പൊ ചേച്ചിയുടെ മോനെ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോവാ. നീ പറയുന്നത് സത്യമാണോ? തന്നെ. പെണ്ണേതാടാ? ദേ നോക്ക്, ആ. ഏത് പെണ്ണാന്ന് ഇപ്പൊ ചോദിക്കരുത്. ആ. ചോദിച്ചാ ചിലപ്പോ ചേച്ചിക്ക് ഇപ്പൊ തന്നെ ഹാർട്ട് അറ്റാക്ക് വരും. മാമ ദാ ഞാൻ എത്തി. പെണ്ണിനെ കാണാൻ പോകുന്നതൊക്കെ ശരിയാ, പക്ഷെ ആ പെണ്ണ് മഹാലക്ഷ്മി മാതിരി ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് നല്ല രുചിയോടെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്നവളായിരിക്കണം. ആഹാ, നല്ലതുപോലെ രുചിയോട് പാചകം ചെയ്യുന്ന പെണ്ണ് വേണോന്നോ? ഇനി വല്ല കാക്കയെ പൂച്ചയൊക്കെ ആയിരിക്കും ചുട്ടു തരുന്നത്. വേഗം വരുന്നുണ്ടോ? ദാ ഞാൻ എത്തി. എടാ എടാ, ഇവൻ എന്തൊക്കെയാ പറയുന്നത്? ദാ എത്തി. മാം. അങ്ങോട്ട് നീങ്ങടോ. വേണ്ട ഞാൻ പോവാ. കിളിയെ കിളിയെ എന്തിനാ വിളിക്കുന്നത്? പൊള്ളാച്ചിന്ന് വരുമ്പോ കാട്ടുപൂച്ചന്റെ ബിരിയാണി ആഗ്രഹത്തോടെ മേടിച്ചോണ്ട് വന്നാണ് അവൾക്ക്. അവൾക്ക് നീ എന്തിനാ ബിരിയാണി വാങ്ങിക്കൊടുക്കുന്നേ? അല്ല, കെട്ടാൻ പോകുന്ന ഞാൻ മേടിച്ചു കൊടുക്കണ്ട, പിന്നെ അവൾക്ക് ആരാ മേടിച്ചു കൊടുക്കുക? നോക്ക, അവളെ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാലുണ്ടല്ലോ. നീ എന്തൊക്കെ പറയുന്നു? ഞാനാണ് മുറച്ചക്കൻ. നമ്മുടെ ആചാരപ്രകാരം ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലേ വേറൊരുത്തിനെ കെട്ടിക്കാൻ പറ്റൂ. അതുകൊണ്ടല്ലേ ഞാൻ നിന്റെ മകളിനെ കെട്ടാന്ന് പറഞ്ഞത്. അതെ, എന്റെ മൂത്ത മകളെ കല്യാണം കഴിച്ചു തന്നിട്ട് അവളിപ്പോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ. അതല്ലാതെ വേറൊരുത്തിയെ കെട്ടിക്കൊണ്ട് വന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചു. ഇനി 3ാമതൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാ. പെണ്ണിനെ കെട്ടിയിട്ട് എന്താ ബാങ്കിലിടാനാണെന്ന് വിചാരിച്ചാ? ഇങ്ങനെയൊക്കെ ചെയ്താലേ കുടുംബം വളരുള്ളൂ. അതിന് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഇതങ്ങനെ എന്റെ ഭർത്താവ് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ കാക്കയെ കൊല്ലുന്നത് പോലെ ആ കൊല്ലും. ചളിയിൽ വീണ പന്നിനെ പോലുള്ള നിന്റെ കെട്ടിയവന് അവനെ പറയണ്. അവൻ വേണമെങ്കിൽ കൂട്ടത്തിന്റെ തലവനായിരിക്കും, പക്ഷെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടാ. എന്താന്ന് വെച്ചാ എല്ലാ അധികാരവും എനിക്കുണ്ട്. ഇത് നോക്ക്, ഇന്ന് 3:30 നിന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ട് 4:30 വെടി പൊട്ടിച്ചിട്ട് നേരെ പൊള്ളാച്ചിക്ക് കൊണ്ടുപോകും. കാരണം എന്നോട് ആരും ചോദിക്കില്ല. അയ്യോ ഏട്ടാ ഏട്ടാ, ഏട്ടനെന്താ ഈ വഴിക്കൊക്കെ? അലമുണ്ടാക്കണം. സാറേ, ഇയാളോട് എന്താ ഏതാന്ന് ചോദിക്കും. മൂക്കറ്റം കുടിച്ചിട്ട് വന്ന് വെറുതെ വഴക്കുണ്ടാക്കുക. ഷെയറോട്ടോ ഓടിക്കാൻ പോവാന്ന് പറഞ്ഞ എന്റെ മകളുടെ ജീവിതം തന്നെ നശിപ്പിച്ചു. എന്നിട്ടിപ്പോ 3ാമത്തെ മകളെ കെട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ കിളിയ ചേട്ടാ എവിടെ പോയിരിക്കുക? ബസ് സ്റ്റാൻഡിൽ തേന് വിൽക്കാൻ പോയിരിക്കുവാ. ഇപ്പൊ തന്നെ 2 എണ്ണം കെട്ടിയിട്ട് 3ാമത് ഒന്നും കൂടെ വേണം. അയ്യോ, അടിച്ച് പൂമ്പിളക്കും ഞാൻ. ഇതും പറഞ്ഞോണ്ട് ഇനി അങ്ങനെ വന്നാലുണ്ടല്ലോ കൊന്നുകളയും. എല്ലാരും പോയേ പോയേ പോയേ. ഇവനല്ല, വേറെ ആര് പെണ്ണ് ചോദിച്ചാലും എന്നോട് പറഞ്ഞാ മതി, കേട്ടല്ലോ? ശരി സാറേ. നമസ്കാരം ചേട്ടാ. വണ്ടി റിവേഴ്സ് എടുക്ക്. ഇവിടെ ഇരുന്നോളേട്ടാ. ചേട്ടാ നമസ്കാരം. വേടാ, എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല ചേട്ടാ. ഒരു കാര്യം ചോദിക്കട്ടെ, അവളെവിടെ? എന്തിനാ ചേട്ടാ? ഒരു കാര്യമുണ്ട്, വിളിച്ചോണ്ട് വാ. എന്തിനാ ചേട്ടാ? വിളിച്ചോണ്ട് വാടാ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്, അതിനാ. ശരി ചേട്ടാ, ഞാൻ വിളിച്ചോണ്ട് വരാം. വാടാ. ചേട്ടാ നമസ്കാരമുണ്ട്. നമ്മുടെ ലോറി പിടിച്ച നാറി അവിടെ നിൽക്കുന്നുണ്ട് ചേട്ടാ. അങ്ങനെയാണോ? അവനെ പൊക്കി എടുത്തോണ്ട് വരാൻ പറഞ്ഞല്ലോ മാമ. പോടാ, വേഗം ചെല്ലേ, പെട്ടെന്ന് കൊണ്ടുവരണം. ആ പെണ്ണ് വരുമ്പോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? അതൊക്കെ എന്തിനാ? അങ്ങനെയല്ലല്ലോ. ചേട്ടാ എടി ഇങ്ങോട്ട് വാ. ചേട്ടൻ വിളിക്കുന്ന കേൾക്കുന്നില്ലേ? നിന്നോടാ പറഞ്ഞേ വരാൻ. നിന്നോട് വാ വാ വാ, എന്തോ വന്ന് നിൽക്ക്. പറയണോ? ഇങ്ങോട്ട് വാ. ചേട്ടന് നിന്റെ അടുത്ത് എന്തോ വേണോ അത്രേ? എന്താ
രണ്ടു ദിവസമായിട്ട് തീരെ സുഖമില്ല. തേൻ വേണം. ചേട്ടാ തേൻ എന്റെ അടുത്തും ഉണ്ട് ചേട്ടാ. നിന്റെ കയ്യിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് തേൻ, ഇവളുടെ അടുത്തുള്ളതാണ് ഒറിജിനൽ തേൻ. ഉണ്ടല്ലോ. ഉണ്ട്. ഒരു കാര്യം ചെയ്യും, ഒഴിക്ക്. നല്ല രുചിയുള്ള തേനാ. എന്താടാ ഒരു നാറ്റം അടിക്കുന്നേ? പ്രണയം എന്ന് പറയുന്നത് മീൻകറി പോലെയാ. ഉണ്ടാക്കുന്നവരെ വല്ലാത്ത നാറ്റമാ. ഉണ്ടാക്കി കഴിഞ്ഞാലോ നല്ല മണമായിരിക്കും. ഓ, നല്ല മണമുണ്ടല്ലേ? ചേട്ടാ വേണ്ട ചേട്ടാ, അറിയാതെ പറ്റിപ്പോയതാ ചേട്ടാ. വേണ്ട ചേട്ടാ. എന്റെ വണ്ടിക്ക് മനസ്സിലാക്കേ. കിളി കിളി പോലെ കിളി അവിടെ നിക്ക്. കിളി കിളി അവിടെ നിൽക്കാൻ. ചേച്ചി ചേച്ചി, അടച്ചു വെച്ചപ്പോ തന്നെ ഇത്രയും മണം വരുന്നല്ലോ. ഒന്ന് വേഗം വേഗം എടുത്ത് വെയ്യേ. ഇതിന് മാത്രം എന്റെ മകനെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇങ്ങ് വന്നോളൂ ഇവൻ. എന്റെ മകന് ഇഷ്ടമാണല്ലോ എന്ന് കരുതി ബ്രാല് കൊണ്ടുവന്ന് ഞാൻ കൂട്ടാൻ വെച്ചിരിക്കാം. കാലാകാലത്ത് അവനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിലേ അവൻ കൃത്യസമയത്ത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുമായിരുന്നില്ലേ? എന്താ ചേച്ചി ഇത്? ചേച്ചിയുടെ പാചകമൊക്കെ ഇന്നലെ വരെ അവൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് അവൻ എന്താണ് ഇഷ്ടമെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അവൻ എന്താ ഇഷ്ടം? എടി കിളിയേ, വേഗം ഇടുവാ. എന്താടാ നമ്മുടെ ഐറ്റം ഉണ്ടോ? ഇന്ന് കാട്ടുകോഴി കിട്ടിയില്ല കേട്ടാ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. രണ്ട് കാട മാത്രമേ കിട്ടിയുള്ളൂ. ഒരു കാര്യം ചെയ്യ്, പോയി ഉരിച്ച് വൃത്തിയാക്കി ഇപ്പത്തിന് കൊണ്ടുവാ. ശരി ചേട്ടാ. അതെ, നിന്റെ പേരെന്താ? ക്ലിയോപാട്ര. എന്തു പാറ്റ? ക്ലിയോപാട്ര. ആരാ നിനക്ക് ഈ പേര് വെച്ചത്? അവനാണോ? അല്ല, ആ വണ്ടി തൂങ്ങുന്നത് എന്താ? പച്ച കുത്തുന്ന മെഷീൻ. പച്ച കുത്താനൊക്കെ അറിയോ? ഇന്നോ ചേട്ടാ. കൊള്ളാലോ, നന്നായിട്ട് വൃത്തിയാക്കിയല്ലോ അല്ലേ? അതൊക്കെ ക്ലീൻ ചെയ്തേട്ടാ. ശരി ശരി. ദിവസം 1000 രൂപ ഏട്ടൻ തരിക. ഇന്ന് അധികം ഉണ്ടല്ലോ. അനിയത്തിക്ക് എന്ത് പേരാ ഇട്ടത്? ക്ലിയോപാട്രൻ ഏട്ടാ. കൊള്ളാടാ കൊള്ളാടാ കൊള്ളാടാ. എന്നാ പിന്നെ ഞാൻ ചേട്ടാ. പോയിട്ട് പോയിട്ട്. ചേട്ടാ, അനിയൻ വിളിക്കുന്നു. ഇത് റെഡിയാക്കാൻ പറയ്. എടാ മോനെ പറയടാ. ചേട്ടാ സുഖാണോ? ആ സുഖം തന്നെടാ. എടാ മോനെ, ക്ലിയോപാട്ര എന്ന് പറഞ്ഞ ആരാ? ചേട്ടാ ലോക സുന്ദരിയാണ്. ലോകസുന്ദരി എന്ന് പറഞ്ഞ ഐശ്വര്യറായ പോലെ അല്ലേ? അതൊക്കെ മേലെ ചേട്ടാ. ലോകത്തിലെ ഏറ്റവും സുന്ദരി അവള് തന്നെയാ. എന്താടാ നീ പറയണ? മോനെ ഫോണ് വെക്ക്. ആ വേഗം വേഗം ഒന്ന് ഒഴിക്ക്. വെറുതെ പിശുക്കണ്ട, വേണ്ട, ആവശ്യത്തിന് ഒഴിച്ചോ. വെറുതെ കിടന്ന് പിടയ്ക്കാതെ. എന്താടാ തുറച്ചു നോക്കുന്നത്? മീൻ തന്നെയാ. ഇനി മുതൽ ചേച്ചിയുടെ മോൻ ഈ മീൻ ഇഷ്ടപ്പെടുവോ പെടത്തില്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവൻ ഇനി മുതൽ വല്ല കാക്കയെ കൊക്കിനെ പൂച്ചയൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടാൻ പോകുന്നത്. എന്റെ മോനെ പറ്റി വേണ്ടാത്തത് പറയാതെ നിനക്ക് ഉറക്കം വരില്ലല്ലോ. ആ, നീ എത്തിയോ? മാമ കഴിക്കടാ കഴിക്കടാ, വല്ല കഴിക്കേ. എന്താ മാമ, അമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. നല്ലോണം ഒഴിക്കേ മോനെ. ആ? കറി നല്ല തേന്റെ രുചിയിലാ ഉള്ളത്. നല്ലോണം കഴിക്കേ. ഇവനും എന്താ ഇങ്ങനെ നോക്കുന്നത്? അമ്മേ, കോഴി, കുളക്കോഴി, കാട്ടുപൂച്ച ഇതൊക്കെ പാചകം ചെയ്യാൻ അറിയോ? മുള്ളു. എടാ നിനക്ക് ഇഷ്ടമാണല്ലോ ഒന്ന് ബ്രാല് കൊണ്ടൊന്ന് കൂട്ടാൻ വെച്ചാ കാട വേണം കാക്ക വേണം എന്നൊക്കെ പറയുന്നല്ലോ നീ. ഈയിടെയായിട്ട് നിനക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ലടാ. അമ്മേ,
ചിക്കനോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും മാറ്റി പരീക്ഷിച്ച് നോക്കാലോ. എന്നും മീൻകറി കഴിച്ച് വായൊക്കെ മരവിച്ചു പോയി. അതൊന്നല്ല, നിനക്ക് ഇപ്പൊ എന്നോട് സ്നേഹമല്ല, അതാണ് ചിക്കനും മട്ടനും എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പച്ച കുത്താനുണ്ടോ? മാമ ആരോ പച്ച കുത്താൻ വന്നിരിക്കുന്നു, പോയി വിളിച്ചോണ്ട് വാ. അമ്മയോട് എനിക്ക് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് പച്ച കുത്തി നീ കാണിക്കാം. പച്ച കുത്തിയാലും ശരി, ചുവപ്പ് കുത്തിയാലും ശരി, എനിക്കൊരു ഛേദമില്ല. ഇവൻ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണോ പച്ച കുത്താൻ പോകുന്നത്, അതോ ഇവിടെ ഒരാൾക്ക് പച്ച കുത്താനുണ്ടേ? പ്ലേറ്റ് കയ്യിൽ വെച്ചോണ്ട് പോ മാമ, ഒന്ന് വേഗം വിളിച്ചോണ്ട് വാ. മര്യാദയ്ക്ക് ഒരിടത്ത് ഇരുന്ന് കഴിക്കാനും അവൻ വിടത്തില്ല. അവിടെ ഒരാൾക്ക് പച്ച കുത്തണമെന്ന് ചെല്ലേ, ധൈര്യമായിട്ട് പോ, ഒന്നും ചെയ്തില്ല. ഞാനിവിടെ ഇല്ലേ, ചെല്ലേ, വേദനിക്കാതെ പച്ച കുത്തണം കേട്ടോ. വാ ഇരിക്ക് ഇരിക്ക്. മാമൻ പോയേ. ശരി ശരി, ഞാൻ എന്റെ പാട്ടിന് പോവാ. കൈ കാണിച്ചേ സാറേ, ഇവിടെ പച്ച കുത്താൻ പറ്റില്ല, മുറിവുണ്ടല്ലോ. ഇവിടെ പറ്റില്ലെന്നോ? എന്തിനാ സാറേ ഷർട്ട് വരുന്നേ? ഇവിടെ കുത്താലോ. ഞാൻ അവിടെ ഒന്നും കുത്തില്ല, ഞാൻ കുത്തില്ല, വേണ്ട. കുത്തില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ കുത്തും. എടുക്ക് പച്ചകുത്ത്. പേര് ക്ലിയോപാട്ര. എന്റെ പേര് ഞാൻ കുത്തില്ല, ഞാൻ ഒരിക്കലും കുത്തില്ല. കുത്തില്ലെങ്കിൽ മോന്തയുടെ ഷേപ്പ് മാറ്റും. കുത്താൻ പതുക്കെ വേദനിപ്പിക്കാതെ ഷോർട്ടായിട്ട് കിളീന്ന് കുത്ത്. എന്റെ സൗന്ദര്യം മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിലും എന്റെ പേര് മോശമാക്കി. അവൻ അവിടെ ഒരു ചെറിയ ഗവൺമെന്റ് തന്നെ നടത്തുക. എത്ര വർഷാന്ന് വെച്ചിട്ടാണ് അവനെ അടിമയായിരിക്കുക, വെട്ടി പീസാക്കണവനെ. ബ്രോ, അവനെ കൊല്ലുന്ന അത്ര ഈസി അല്ല. ആദ്യം അവനുള്ള പവർ ഇല്ലാതാക്കണം. സൂര്യനെ കൊന്നത് മുരുകൻ, ഈ മുരുകനെ കൊല്ലാൻ പോകുന്നത് ഈ സൂര്യനാ. ഏട്ടാ പഴവും പഞ്ചസാരയൊക്കെ നീ എടുത്തോണ്ട് വാ. കൊണ്ടുവരാൻ ചേട്ടാ. എന്താ ജമനി, വാടാ. നമസ്കാരം ചേട്ടാ. ഇതെന്താ ചേട്ടാ പഴങ്ങളൊക്കെ ആയിട്ട് ഇന്ന് പ്രത്യേകിച്ച്? എന്താ വിശേഷം? നല്ല മീശയാട്ടോ. ക്ലിയോപട്രേ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ചേട്ടാ ഇതറിഞ്ഞ നാട്ടുകാർ മുഴുവൻ എന്നെ അടുത്ത് പെരുമാറും ചേട്ടാ. വരന്റെ കൂടെ നീ വേണം നിൽക്കാൻ. ചടങ്ങുകൾ ഒരുപാടുണ്ട്. നടക്ക്. പേടിക്കല്ലേ. നോക്കി ചെയ്യടാ. എന്റെ അമ്മ തോക്കൊക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നമസ്കാരം. അല്ല എന്താ ഇവിടെ? നമസ്കാരം സാറേ. എങ്ങതാ? വേറൊന്നുമില്ല. ചേട്ടാ ക്ലിയോപട്രയില്ലേ നിങ്ങളുടെ മോള്? എന്റെ മോള്? വേണ്ട ചേട്ടാ. ഉണ്ടായിരിക്കടാ, ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കല്ലേ. നിങ്ങളുടെ മോളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. നിങ്ങളുടെ മോള് തേന് വിറ്റോണ്ടിരിക്കുക. കാര്യം പറയേ. എന്നെ വളരെ നാളായിട്ട് ഒരു അസുഖം അലട്ടുന്നുണ്ടായിരുന്നു. ഞാനൊരു 4-5 ഡോക്ടർമാരെ പോയി കണ്ടു, ഭേദമായില്ല. നിങ്ങളുടെ മോള് തന്ന് തേൻ കുടിച്ചപ്പോ എന്റെ അസുഖം മാറി. എല്ലാം എന്റെ മോളുടെ കൈരാജിയാ. അതുകൊണ്ടാ നേരിട്ട് ഇത് തരാൻ വേണ്ടി വന്നത്. അങ്ങനെയാണോ? ഇത് നിങ്ങളുടെ മോളുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പോകാന്ന്. എടേ, നീ കിളിയൊന്ന് വിളിച്ചേ. കിളി ഒന്നിങ്ങോട്ട് വാ. ഏട്ടൻ വിളിക്കുന്ന കേട്ടില്ലേ? പുറത്ത് വാ നീ. എടി മോളെ, എന്താ ഇത്? ഒന്ന് പെട്ടെന്ന് വാ. സാറ് തരുന്നത് അങ്ങോട്ട് വാങ്ങിച്ചോ. മോനെ രാത്രി മുഴുവനും കവിത എഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ചിരുത്തി. ശകലം കണ്ണടയ്ക്കാൻ എനിക്ക് സമയം തന്നില്ല. രാവിലെ മുതൽ ആകാശത്തോട്ട് നീ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കവിത പറ, ഞാൻ എഴുതിയിട്ട് എന്റെ ജോലി നോക്കി പോവും. എഴുതിക്കോ. പാലക്കാട് പട്ടണത്തിൽ ഞാനൊരു ചുള്ളൻ കുട്ടൻ. എന്താ എഴുത്. കോഴിക്കോട് പട്ടണത്തിൽ നീ ഒരു ചുള്ളത്തിക്കുട്ടൻ. നമുക്ക് 2 പേർക്കും കൂടി ജനിക്കുന്നു 40 കുട്ടികൾ. ബാക്കിയെല്ലാം നേരിട്ട് കാണുമ്പോൾ പറയാൻ കുട്ടി. മോനെ,
ഇതുവരെ ഞാൻ എത്രയോ കവിതകൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു കവിത എഴുതാൻ എനിക്ക് സന്ദർഭം തന്നത് നീ മാത്രമാ. ഇന്നാ നീ തന്നെ വെച്ചോ. നിങ്ങൾ ആരാ? മാമൻ. പിന്നെന്തിനാ ഇങ്ങോട്ട് തരുന്നേ? കൊണ്ടുപോയി കൊടുക്ക. ഈ ഒരു ജോലി മാത്രമേ ഞാൻ ചെയ്യാതുള്ളൂ. പോടി, പോയി നിന്റെ ഏട്ടനോട് പറ. ചേട്ടനോട് പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും അറിയില്ല, എന്നാലും പറയാൻ വാ. എന്തായാലും കാര്യമായി, ഞാൻ കല്യാണം കഴിച്ചില്ല. ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ദേഷ്യപ്പെട്ട് വെട്ടുകത്തി എടുത്തോണ്ട് പോയി വെട്ടുമൊന്നും ചെയ്യരുത്. പറയേ. എന്നും കോളേജിന്റെ വാതുക്കെ ഒരുത്തൻ ലവ് ലെറ്റർ വെച്ച് നീട്ടി എന്നെ ടോർച്ചർ ചെയ്യാ. അതിന് നിനക്ക് മറുപടി എഴുതി കൊടുത്തൂടെ? ചേട്ടാ, മോളെ, പ്രണയം എന്ന് പറയുന്നത് മീൻകറി പോലെയാ. ഉണ്ടാക്കുന്നത് വരെ വല്ലാത്ത നാറ്റമായിരിക്കും, ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല മണമായിരിക്കും. നിനക്ക് മണക്കുന്നില്ലേ? അയ്യോ അമ്മാവാ, ചേട്ടൻ ഇത് എന്ത് പറ്റി? ചേട്ടൻ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു. എടുത്തമ്മ വരാൻ പോണു. കിളി, ഇപ്പൊ ഒന്നും നിന്നെ കാണാറേ ഇല്ലല്ലോ. നമുക്ക് രണ്ടുപേർക്കും അമേരിക്കയിലേക്ക് പോയാലോ? ഞാനെന്തിനാ അമേരിക്കയിൽ വരണം? ഇപ്പൊ 7 അത്ഭുതങ്ങളുണ്ട്. ഒബാമ നിന്നെ കണ്ട നിന്നെ അവിടെ പിടിച്ചു നിർത്തും. 8ാമത്തെ അത്ഭുതമായി നിന്നെ പ്രഖ്യാപിക്കും. ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ നിന്നെ എന്നും വന്ന് കാണാൻ പറ്റാത്ത. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ടോളാം. എന്നെ കാണണം, സംസാരിക്കണം എന്നൊന്നും പറഞ്ഞ് ഞാൻ കരയുന്നൊന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്ക്, അല്ലെങ്കിൽ വഴിവിട്. നിക്ക്, സാധനം കയ്യൊന്ന് വാങ്ങിച്ചാ പിടി പോരെ? സാറേ. എവിടെ നോക്കട്ടെ. എന്താ ഇത്? കിളി. എങ്ങനെ ഊതണ്ടേ? കൊള്ളാലോ. ഛെ, ഈ വളയെടുക്ക്. സൈസ് കുറച്ച് ചെറുതാന്ന് തോന്നുന്നു. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് കറക്റ്റ് ആയിരിക്കും. നീ ഒന്ന് നോക്ക്, നിന്റെ കൈക്ക് കറക്റ്റ് ആയിരിക്കും. കറക്റ്റാ, ഊരി തന്നെ. ഇതെന്താ? ഇതെന്താന്നാ ചോദിച്ചേ? വിസിൽ. ഊതുവോ? ഉം. ലിപ്സ്റ്റിക്ക്. ഛീ. എന്നാ പിടിക്ക്. ഇതെല്ലാം നിനക്കുള്ളതാ. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണും നീയാ. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് നിന്നെ ആയിരിക്കും കിളി. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് ഞാൻ തന്നെ ആയിരിക്കും കിളി. കേട്ടല്ലോ? വിഷമിക്കണ്ട കിളി, ഞാൻ നിന്നെ കെട്ടിക്കോളാം. നമസ്കാരം ചേട്ടാ. പോടാ. എടാ, നിങ്ങൾ തൈലം തേച്ചിട്ട് ഇനിയും കാല് ശരിയായില്ലേ? ഒരു കുറവുമില്ല ചേട്ടാ. ഇവിടെ മാലയും വളയൊക്കെ വെക്കുന്ന നല്ല വെളുത്തിട്ട്. അത് കുറച്ച് കളറല്ല ഏട്ടാ, നല്ല കളറാ. ആ പെണ്ണ് കണ്ടോ? അണ്ണൻ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. പേര് ക്ലിയോപാട്ര. എല്ലാരും കിളി കിളി എന്ന് പറഞ്ഞ് വിളിക്കും. ആ കൂട്ടത്തിൽ തന്നെ സുന്ദരിയാ അവള്. അടിപൊളി ചരക്ക ചേട്ടാ. അത് നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്താ അവൾ ഈ വഴിക്ക് വരാത്തെ? ബസ് സ്റ്റാൻഡിലൊക്കെ വിറ്റിട്ട് തിരിച്ചു പോകും ചേട്ടാ. ആരെ ഒരുത്തൻ ഫകത്തിനെ പോലെ ഈ ഏരിയയിൽ കറങ്ങുന്നുണ്ടത്രേ. അവനാണെങ്കിൽ എപ്പോ നോക്കിയാൽ ആ പെണ്ണിന്റെ അടുത്ത് പോയി ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നിന്നെ കല്യാണം കഴിക്കാം, ആഫ്രിക്കയിൽ കൊണ്ടുപോകാം, അമേരിക്കയിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക. അവനെങ്ങാനും അണ്ണന്റെ കൈ കിട്ടിയ അവന്റെ കാര്യം പോക്കാ. ശരി, അവൻ ആരാണെന്ന് അന്വേഷിക്കുക. അവന്റെ കൈയും കാലും ഞാൻ ഓടിച്ചോളാം. അങ്ങനെ ചേട്ടാ നമസ്കാരം ചേട്ടാ. എന്താടാ? ഞാൻ 1 വർഷം കൊണ്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക, പക്ഷെ ആ കിളി കൈ കിട്ടുന്നില്ല. അയ്യോ വരൂ സാറേ, നമസ്കാരം. സാറെന്താ പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ? സാറ് ഞങ്ങളെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾക്ക് സന്തോഷാ. നിങ്ങളുടെ മോള് കിളി 2 ദിവസമായിട്ട് ആ വഴിക്കൊന്നും വരുന്നില്ല. എന്റെ അനിയത്തിക്ക് മാലയും വളയും വാങ്ങണമെന്ന്. ശരി സാറേ. ഇപ്പൊ തന്നെ പോയി വാങ്ങിട്ട് പോവാ ചേട്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാ കിളിയെ കണ്ട് മാലയും വളയും വാങ്ങിട്ട് പോകാൻ വന്നത്. ഒന്ന് നിക്ക് സാറേ. ഏ കിളി, ഇങ്ങോട്ട് വാ. ഈ പാവപ്പെട്ട ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാറിന് തോന്നിയല്ലോ, അത് ഞങ്ങളുടെ ഭാഗ്യമാ സാർ. ഏ കിളി, സാറ് പറഞ്ഞ നീ കേട്ടില്ലേ? നീ എന്താ അവരുടെ തെരുവിലേക്കൊന്നും പോവാത്തത്? അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ലമ്മേ, ഒരുപാട് പട്ടികളുണ്ട്. എടി, നായ കുരയ്ക്കാതിരിക്കോ? അതിനോട് പോയി മല്ലിടാൻ നമുക്ക് സാധിക്കോ? കണ്ടില്ലേ സാറ് നമ്മുടെ വീട് തേടി വന്നിരിക്കുന്നത്. എന്താ വേണമെന്ന് ചോദിച്ചു കൊടുക്ക്. തെരുവ് പട്ടിയല്ല, വേറെ പട്ടിയാ, പേയ് പിടിച്ച പട്ടി. എടി, നീ ഒന്നും പറയണ്ട. സാർ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാ കൊടുത്തയക്കേ. തെറ്റായ ചിന്തയോട് ഇങ്ങോട്ട് വന്നു പോരുത്.
ഇങ്ങോട്ട് എടുത്തിട്ട് വാ. നാണിക്കാതെ കൊടുക്ക്. ആഹാ, പെണ്ണും ചെറുക്കനും നല്ല മാച്ച് ആണല്ലോ. നാണിക്കാതെ എടുത്ത് കുടിക്കേ. ഈ സാരി സുഖായിരിക്കുന്നു. നിനക്ക് നന്നായി ചേരുന്നുണ്ട്. സുഖമാണോ മോളെ? സുഖായിരിക്കുന്നു. എടുത്താട്ടെ. എടാ എനിക്കൊന്നും അറിയില്ല, ആരുടെ ഫോണാടാ? എല്ലാം മാമന്റെ ഏർപ്പാടാ. ദേ അമ്മ എടുത്ത് കൊടുക്കാം സംസാരിക്കും. ഡൽഹിയിൽ നിന്ന് അനിയനാ, അവനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. അവനെന്തിനാ ടെൻഷൻ ആവുന്നത്? ഇത് നമ്മൾ അപ്പോഴേ സംസാരിച്ചു വെച്ച കാര്യമല്ലേ. ഹലോ, എന്താമേ പെട്ടെന്നൊരു നിശ്ചയം? പെട്ടെന്നൊന്നല്ലടാ. എടാ, ഈ കാര്യം ഇപ്പൊ ഉറപ്പിച്ചോന്നല്ലല്ലോ. നിന്റെ അനിയത്തി ജനിച്ച ഉടനെ അവള് നിന്റെ മാമന്റെ മകനുള്ളതാന്ന് ഉറപ്പിച്ചതല്ലേ. ഇത് വെറുതെ ഒരു ശാസ്ത്രത്തിനുള്ള ചടങ്ങാ, അത്രേ ഉള്ളൂ. അത് മാത്രല്ല മോനെ, നിന്റെ ഏട്ടന്റെ ജാതകം ഞാൻ ജ്യോത്സ്യരെ കാണിച്ചപ്പോ അയാൾ ആ ജാതകം നോക്കിയിട്ട് നമ്മുടെ കുടുംബത്തിന് എന്തോ ഒരു പരീക്ഷണമുണ്ട്, അതിന്റെ നടുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താ ആ ദോഷം ഇല്ലാതാവൂന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവരോട് വരാൻ പറഞ്ഞേ. അടുത്ത ആഴ്ച തന്നെ കല്യാണം നടത്താന്ന് പറഞ്ഞു. ഞങ്ങള് കല്യാണ സത്രമൊക്കെ ഉറപ്പിക്കാൻ പോവാ. പിന്നീട് നീ ഫ്രണ്ട്സിനെ കൂട്ടിട്ട് വാ. അമ്മേ, കൂട്ടുകാരൊക്കെ മന്ത്രിയുടെ പയ്യന്മാരാ. ചേട്ടനോട് പറഞ്ഞ് നല്ല റൂം ബുക്ക് ചെയ്യാൻ പറ. ആ പറയാം. അവര് പുറപ്പെടാന്ന്. ആ അവനെന്താ പറഞ്ഞ വരാന്ന് പറഞ്ഞു. അവൻ ഫ്രണ്ട്സിനെയും കൂട്ടി വരാന്ന്. അവന് ദേഷ്യം മാറില്ല, അതന്നെ വലിയ കാര്യം. ടൗണില് പുതിയ മണ്ഡപം ഒഴിവുണ്ടെന്നാ പറഞ്ഞ. എടാ, അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് സമ്മതാ. ശരി അമ്മ, അതൊക്കെ പിന്നെന്താ, നോക്കിക്കോളാം. നിന്റെ അനിയൻ ഫ്രണ്ട്സിന്റെ കൂടെ വരിക. നല്ല റൂം തിരഞ്ഞെടുക്കുക. അവരെ പോയി അഴിച്ചിട്ട് വരാം. വാ. ശരി അമ്മ, ഞാൻ നോക്കിക്കോളാം. നമസ്കാരം ചേട്ടാ. എടാ ജവനി, സുഖമല്ലടാ? അനിയത്തിയുടെ കല്യാണമാ, വരണം. ഞാൻ വരാതിരിക്കുവോ ചേട്ടാ? നീ ഒറ്റയ്ക്ക് വരല്ലേ? ശരി ചേട്ടാ. എല്ലാരും വിളിച്ചോണ്ട് ചേട്ടൻ സന്തോഷത്തോടെ വിളിച്ചാൽ ഞാൻ വരണം. വരാതിരിക്കുവോ? വരട്ടെ. അപ്പൊ എല്ലാരും ശരി വരണം ചേട്ടാ. കേട്ടോ. ഞങ്ങള് കുടുംബത്തോടെ കുടുംബത്തോടെ വന്നേക്കാം. വരണം. വന്നില്ലെങ്കിൽ ചേട്ടൻ കൊല്ലുന്ന അറിയാം, അല്ലേ കിളി? ഞങ്ങള് വരും നീ ചേട്ടാ, ഒറ്റയ്ക്ക് തീർച്ചയായിട്ടും വന്നാൽ വരും. വിവരം അറിയും. വന്നേക്കാന്നേ. വരട്ടെ കിളി. എന്തിനേട്ടാ എന്നെ പിടിച്ചോണ്ട് വരുന്നത്? വിടുന്ന്, എന്റെ കയ്യിൽ നിന്ന് വിടുന്ന്. ചേട്ടൻ പറഞ്ഞോലെ കേട്ടോണോ, അല്ലെങ്കിൽ അടിച്ചിന്റെ. ഞാൻ ആരാ? എന്താട്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു? ഈ നാട് മുഴുവനും നിങ്ങളെ പറഞ്ഞ അറിയില്ലേ? എന്റെ തൊഴിലെന്താ? കള്ളവാറ്റ്, തല്ല് കേസ്, മണൽ മാഫിയ. ഇതില് വാറ്റ് ഒഴിച്ചിട്ട് കളർ പൗഡർ ഇട്ടിട്ട് നാട് മുഴുവനും ബ്രാൻഡി എന്ന് പറഞ്ഞ് വിൽക്കുന്നു. നിനക്കതറിയാം, പക്ഷെ നിന്റെ അനിയത്തിക്ക് അത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് 1.5 മാസമായി ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അവളെന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നേരും നിറയില്ലാത്ത തൊഴിൽ ചെയ്ത് കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ അനിയത്തി എനിക്ക് കെട്ടിച്ചതാ. നിങ്ങൾക്ക് കോടിക്കണക്കിന് ഉണ്ടാവും ചേട്ടാ. റോഡിൽ കിടക്കണ ഞങ്ങളുടെ ജാതിക്കാർക്ക് എന്റെ പെങ്ങളെ കെട്ടിക്കൊടുക്കില്ല ചേട്ടാ. നിങ്ങൾ 1.5 മാസം പ്രേമിക്കല്ലേ ചെയ്തത്, ദ്രോഹിക്കുക ചെയ്തത്. അവള് പറഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞാ നിങ്ങൾ തൂങ്ങി ചാവും ചേട്ടാ. ഞങ്ങളെ എന്തിനാ ചേട്ടാ ഇങ്ങനെ ദ്രോഹിക്കണ്? ഞങ്ങളെ വിട്ടേക്കേട്ടാ. ചേട്ടാ, നാട്ടിൽ എത്ര വലിയ റൗഡിയാ നിങ്ങളിങ്ങനെ ഫീൽ ചെയ്താലോ? വിട്ടേക്ക്. ഓടാ, എന്തൊന്നും വലിയ റൗഡി. പ്രേമിച്ചു നോക്കടാ. എല്ലാ അവന്മാരും പ്രേമിക്കാൻ തുടങ്ങിയ ഒരുത്തം കൂടെ റൗഡി ആവില്ല. നിനക്കറിയോ, 10 പോലീസുകാർ ചേർന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രതിയെ അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്ക് മുരുകനെ അറ്റാക്ക് ചെയ്തിട്ട് പോയടാ. ഒരു കാര്യം മനസ്സിലായിക്കോ, ഭയം ഉണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്താ പലചരക്കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരും, ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി കൊണ്ടുവരും, ഓട്ടോ വരും, ബസ് വരും, ചോദിച്ച കാശ് വരും. എന്തിന്? പോലീസിന് തന്നെ എന്നെ പേടിയായിരുന്നടാ. എന്നാ ഇവൾക്ക് എന്നോട് സ്നേഹം തോന്നിയില്ലല്ലോടാ. വേണ്ട ചേട്ടൻ വിഷമിക്കണ്ട. 3 വാക്ക് പറഞ്ഞാൽ മതി, അവരെ ഫാമിലിയോടെ ചേർത്ത് നാറ്റിച്ച തോന്നിയാസം പറയുന്നടാ. കൊന്നുകളി തന്നെ ഞാൻ. സൗന്ദര്യത്തെ കുറിച്ച് എനിക്കറിയാടാ. അവളുടെ മുഖം വികൃതമായി എന്നും കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി കരഞ്ഞു നിലവിളിക്കുന്നത് ഞാൻ കാണുമെന്നാണോ പറയുന്നത്? ആ വേദന എനിക്കറിയാവടാ. വേണ്ട, ഞാൻ സ്നേഹിച്ച പെണ്ണ് അവൾ എവിടെയാണെങ്കിലും നന്നായിരുന്നാ മതി. ചങ്കിനൊപ്പം വെള്ളമടിച്ച ജോളിടാ മച്ചാ, ചങ്കർക്കും പ്രേമമൊന്നും വേണ്ടടാ.
വെള്ളമടിച്ച ജോളിടാ മച്ചാ ചങ്കർക്കും പ്രേമമൊന്നും വേണ്ടടാ കറുപ്പു നിറം കടഞ്ഞെടുത്ത താടിമേൽ ഓർമ്മ ചിന്ത വന്നു വെള്ളപ്പൂശും വേദന അവൾ കിളിയ പോലടാ നീ കരിഞ്ഞ കോലണ്ടാ അവൾ മിന്നും പൊന്നടാ നീ കാക്ക പൊന്നടാ അവൾ അഴകിൻ പാലടാ അവൾ അഴകിൻ പാലടാ നീ അഴുക്ക് ചാലടാ അവൾ തങ്ക കുടമടാ നീ കള്ളിൻ കുടമടാ ഇഷ്ടപ്പെട്ടോ പൊട്ടിപ്പോയോ മുരുക ഈ കഷ്ടം താങ്ങാനാണോ യോഗം മുരുക ചങ്കിനൊപ്പം വെള്ളമടിച്ച ജോളിടാ മച്ചാ ചങ്കർക്കും പ്രേമമൊന്നും വേണ്ടടാ അവളടച്ചു അവളിലേക്കുള്ള വാതിൽ എങ്കിലും ഇപ്പോഴും ആ പേര് കേൾക്കാം കാതിൽ വട്ടമിട്ടു ചുറ്റിയെത്തും നമ്മിൽ അത് വട്ടനാക്കി മാറ്റും നമ്മെ മണ്ണിൽ ഓഹോ ഫേസ്ബുക്കിൽ ലൈഫ് പ്ലാനിങ് ചെയ്യുമെന്നും പിന്നെ ഫേസ് നേരിൽ കണ്ടാൽ ദൂരെ ഓടും ബൈക്കിൽ ബ്രേക്കില്ലാതെ ചുറ്റി കറങ്ങും പിന്നെ വഴിക്ക് വെച്ച് തമ്മിൽ ബ്രേക്കപ്പ് ആകും പ്രേമം തേടണ തോഴാ നിന്നെ തേടിയെത്തും പാരാ പ്രേമം പൊട്ടി പാപ്പരായോരെത്രയെന്ന് കാണ് പക്ഷെ പ്രേമം എന്നാൽ കരളിനുള്ളിൽ തീയരിയും നേര് മുരുക കാത് കൊടുത്ത് കേൾക്ക് ദൂരം എരിഞ്ഞു പോകും ജീവിതത്തിൻ ഉറവ തന്ന വേര് ഇത് നാം അറിഞ്ഞിടേണ്ട നേര് ഇഷ്ടപ്പെട്ടോ പൊട്ടിപ്പോയോ മുരുക ഈ കഷ്ടം താങ്ങാനാണോ യോഗം മുരുക ചുണ്ടിലൊരു സിഗരറ്റ് പോലെരിയും ഒടുവിൽ അണ്ടി പോയൊരണ്ണാനെ പോൽ കരയും ക്രെഡിറ്റ് കാർഡിൽ കണ്ണ് വെക്കും പ്രേമം ഒടുവിൽ ബാലൻസ് പോലെ എസ്കേപ്പ് ആവും പ്രേമം പ്രണയം വേണം അതെന്നാൽ പിന്നെ രാജരുതത് നിന്നെ കൊഴുത്തു നിന്ന നീ ഒടുവിൽ പഴുത്തില പോലാവും ഇനി പ്രണയിക്കുവാൻ ആശയുണ്ടേൽ എന്നെ വന്നു കാണ് മുരുക പറയുന്നത് കേൾക്ക് പ്രണയം എന്താണെന്നറിയുവാൻ നീ അനിയത്തിപ്രാവ് കാണ് ഫാസിലിന്റെ അനിയത്തിപ്രാവ് കാണ് ചങ്കിനൊപ്പം വെള്ളമടിച്ച ജോളിടാ മച്ചാ ചങ്കർക്കും പ്രേമമൊന്നും വേണ്ടടാ കറുപ്പു നിറം കടഞ്ഞെടുത്ത താടിമേൽ ഓർമ്മ ചിന്ത വന്നു വെള്ളപ്പൂശും വേദന അവൾ കിളിയ പോലടാ നീ കരിഞ്ഞ കോലണ്ടാ അവൾ മിന്നും പൊന്നടാ നീ കാക്ക പൊന്നടാ അവൾ അഴകിൻ പാലടാ നീ അഴുക്ക് ചാലടാ അവൾ തങ്ക കുടമടാ നീ കള്ളിൻ കുടമടാ ഇഷ്ടം പട്ടോ പൊട്ടിപ്പോയോ മുരുക ഈ കഷ്ടം താങ്ങാനാണോ യോഗം മുരുക നമസ്കാരം സാറേ. ആടോ, നീ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയണ്ട. വാറ്റുന്ന ചാരായത്തിലെ ഇത് കലക്കണം, എല്ലാ എണ്ണവും ചാവണം. ആ സന്തോഷം ശരിക്കൊന്ന് ആഘോഷിക്കണം.
അടുത്ത് നമ്മുടെ ഏരിയയുടെ ദാദാ നീ തന്നെയായിരിക്കും. എന്താ ഇത്? ചുമ്മാ ഇരിയട്ടാ, മണം നോക്കിട്ട് തന്നെ ഒരുത്തൻ ഫിറ്റായി കിടക്കാം. ആരുടെ കളിക്ക്? പോയി ബാറ്ററി വെള്ളം എടുത്തിട്ട് വാ. ആ എടുത്തോണ്ട് വരാം. ഇരിക്കൂടെ, വലിയ ശല്യമായി പോയല്ലോ. ചേട്ടാ ഒഴിക്കട്ടെ. ആ ഒഴിച്ചോ ഒഴിച്ചോ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോന്നിങ്ങ് വന്നോളൂ. ശ്ശേ. ശരി, ഞാൻ മണ്ഡപത്തിൽ പോയിട്ട് വരാം. ആ പോ. ഹലോ കുഞ്ഞേട്ടാ, ഒരു 5 ലിറ്റർ ചാരായം കിട്ടോ? നിങ്ങളെ ചേട്ടൻ അറിയാതെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവാ. മൈഥിലി. ആദ്യം പ്രധാന വാർത്തകൾ. കടലൂർ ജില്ല ബൻറുട്ടിയിൽ വിഷുച്ചാരായം കുടിച്ച് 50-ലും കൂടുതൽ പേർ മരിച്ചു. പ്രമുഖ റൌഡി അറ്റാക്ക് മുരുകന്റെ വീട്ടിൽ നടന്ന ശോക സംഭവം. മുരുകന്റെ അനുജനും മരിച്ചു. അറ്റാക്ക് മുരുകൻ കാച്ചിയ കള്ളച്ചാരായം കാരണമാണ് അദ്ദേഹത്തിന്റെ അനുജത്തിയുടെ വിവാഹവേളയിൽ ബന്ധുക്കൾ പരിതാപകരമായി മരണമടഞ്ഞത്. അതുകൊണ്ട് അറ്റാക്ക് മുരുകനു വേണ്ടിയുള്ള പോലീസിന്റെ തിരച്ചിൽ നടക്കുകയാണ്. കള്ളച്ചാരായവാറ്റും മണൽക്കൊള്ളയും തുടർന്ന് ചെയ്തുകൊണ്ടിരുന്ന അറ്റാക്ക് മുരുകൻ ഒളിവിലാണ്. കണ്ടില്ലേ ഞാൻ കൊടുത്ത പണി? ഇതാണ് ഞാൻ പറഞ്ഞ പോളിസി. നിങ്ങളിങ്ങനെ ഓടി ഒളിയുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. തെറ്റ് ചെയ്താൽ നിങ്ങൾ തന്നെ പോയി സറണ്ടർ ആവുന്നല്ലേ? ആ ചേട്ടനാണ് ഈ ഗതി. എന്താടാ ചെയ്യാ? ഇപ്പൊ ഞാൻ പോയി ലോക്കായ പഴയ കേസൊക്കെ പൊടിതട്ടി എടുക്കുവന്മാര്. തെറ്റ് ചെയ്തവന്മാരൊക്കെ രക്ഷപ്പെടും. ഇത് തെളിയിക്കുന്നതുവരെ ഒളിവിൽ കഴിയണതാ നല്ലത്. എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയ ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളൂ. എങ്ങനെയാ പോവാന്ന് ആലോചിക്കുക. നാട്ടിൽ പോണെന്നാണോ പറയുന്നത് ചേട്ടൻ? എങ്ങനെയാ പോവുക? ഞാൻ അവിടെ എത്തിയാ മതിയടാ. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നാട്ടില് മാത്രമല്ല ഈ ലോകം തന്നെ നമുക്ക് കറങ്ങി വെച്ചും വരാം. ആദ്യം നിങ്ങളുടെ പേര് മാറ്റാം അല്ലേ? എന്താ പേര് വയ്ക്കുക? ക്ലിയോപട്ര. ക്ലിയോപട്രനെ സ്നേഹിച്ചവൻ സീസർ. ഇന്നു മുതൽ ചേട്ടന്റെ പേര് സീസർ. ഭയങ്കരനായ അറ്റാക്ക് മുരുകനിൽ നിന്ന് മാറി സൈലന്റ് ആയ ഒരു സീസർ ആകാം. എങ്ങനെയുണ്ട്? എന്തൊക്കെ സിനിമ കാണുന്നതാ. ചേട്ടന്റെ നടത്തത്തിലും സംസാരത്തിലും ഒക്കെ ഒരു മാറ്റം കൊണ്ടുപോവാ. എന്ത് വേണമെങ്കിലും ചെയ്യാം. കിളി എന്നെ വിശ്വസിക്കണം. ഓ എന്റെ ചേട്ടാ, ഇതൊന്നും വലിയ കാര്യമല്ല. ഞങ്ങളെ പോലെ ഒന്ന് പെരുമാറിയാ മതി. തീർച്ചയായിട്ടും കിളിക്ക് ഇഷ്ടാവുന്നേ. ചേട്ടൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ സംസാരിക്കുമ്പോ ഞങ്ങളെ പോലെ ഓ സമയോ എന്നങ്ങ് പറഞ്ഞാ മതി ചേട്ടാ. ശരി സാമിയോ. ആ അങ്ങനെ തന്നെ, ഇങ്ങനെ തന്നെ പറയണം. കിളി ചേട്ടൻ തന്നെ സമയോ. സമയോ. ചേട്ടാ ഓരോരോ ആളും ഓരോ ടൈപ്പാ ചേട്ടാ. എല്ലാവരും ഭയങ്കര സാധനങ്ങളാ. സുഖമാണോ? ചേട്ടാ പതുക്കെ പതുക്കെ ഇരിക്കേട്ടാ. ചേട്ടാ ഇതെന്റെ മുത്തശ്ശൻ ജമിനി ഗണേശനും ഇത് മുത്തശ്ശി KR വിജയും. ഇതെന്റെ ചേട്ടൻ. ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ പ്രാണവായി. നമസ്കരിച്ചോളൂ. ചേട്ടാ നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണ് ഇതിന്റെ അപ്പുറത്തെ വീട്ടിലാ. കുറച്ച് ദിവസമാകുമ്പോ ഒക്കെ ശരിയാവും. അവളെ നമുക്ക് നാളെ കാണാം. ഇപ്പൊ പോയി വിശ്രമിക്കും. എന്നാ അകത്തേക്ക് വാ.
നമസ്കാരം മൂപ്പ. ആരാടാ പുതിയൊരാള്? എന്റെ അകന്നൊരു ബന്ധുവാ. മദ്രാസിലെ പൂന്തമല്ലിയില്ല. അച്ഛനമ്മയൊന്നും ജീവിച്ചിരിപ്പില്ല. ഇപ്പൊ ആരുമില്ല. മൂപ്പൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ എന്റെ കൂടെ താമസിപ്പിച്ചോളാം. അതെയോ? അതെ മൂപ്പ. നിന്റെ പേരെന്താ? സീസർ. സീസറോ? നിന്റെ അമ്മയ്ക്ക് നിനക്കിടാൻ വേറെ പേരൊന്നും കിട്ടിയില്ലേ? മോഹൻലാലെന്നോ മമ്മൂട്ടി എന്ന പേര് വെച്ചൂടായിരുന്നോ? മുമ്പേ വെച്ചതാ. എന്നിട്ട് എന്തിനാ മൂപ്പ കിളി ഇങ്ങനെ കരയുന്നേ? സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് കരയുവാ. അതെ, വലിയ മൂപ്പനാന്ന് പറഞ്ഞോണ്ട് നടക്ക. എത്ര ദിവസമായി അവളൊരു സൈക്കിൾ വേണമെന്ന് പറയുന്നു. അത് വാങ്ങി കൊടുക്കാൻ വയ്യ. അവൾ എന്തെങ്കിലും നീ കരയണ്ട കിളി, ഞാൻ വാങ്ങിത്തരാം. എന്നാ വരട്ടെ മൂപ്പ. പറഞ്ഞിട്ട് വാ. എന്നാ വരട്ടെ. അങ്ങനെ ചേട്ടന്റെ പ്രശ്നം തീർന്നു. കിളി എന്തിനാടാ ഇങ്ങനെ കരയുന്നത്? കിളിയെക്കുറിച്ച് ചേട്ടനോട് പറയട്ടെ. അവള് നല്ല കുട്ടിയാ. അത്ര പെട്ടെന്നൊന്നും ഒന്നിനു വേണ്ടിയും വാശി പിടിക്കാറില്ല. പക്ഷെ അതിന് വല്ലതും ഇഷ്ടായാലോ അത് കിട്ടുന്നത് വരെ കരഞ്ഞുകൊണ്ടേയിരിക്കും. സൈക്കിളാ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ മൂപ്പം മേടിച്ചു കൊടുക്കൊന്നുമില്ല. ഇനി എത്ര ദിവസം എന്ന് വെച്ചാൽ അതിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. എന്നാ ഈ കാശിരിക്കട്ടെ. സൈക്കിളിനല്ലേ? ഇപ്പൊ തന്നെ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കും. ഈ അവസ്ഥയിലും സഹായിക്കുന്നല്ലോ. ചേട്ടൻ വലിയൊരു മനുഷ്യനാ. സൈക്കിളും മേടിച്ചിട്ട് വരാം. എടാ ജമിനി, അവളുടെ മുഖം എങ്ങനെടാ? അപ്സരസിനെ കണ്ടിട്ടുണ്ടോ? അപ്സരസൊക്കെ ഇതുപോലെ ഉണ്ടാവുക. ചേട്ടന്റെ മുഖം കണ്ടേച്ചാലും മതി. അപ്പ പോലീസ് പിടിക്കും. എടാ ജമിനി, എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തരാൻ നിന്റെ കയ്യിൽ ഇവിടുന്ന കാശ്. അങ്ങോട്ട് എന്തിനാ നോക്കുന്നേ? ഈ സൈക്കിളിന്റെ സ്പോൺസർ സീസർ. ഇവിടെ പുതിയതായിട്ട് ഒരാൾ വന്നാ എനിക്ക് പരിചയപ്പെടുത്തി തരില്ലേ? നല്ല കിളി, മൂപ്പനോട് പറഞ്ഞിരുന്നു ഞാൻ. എവിടുന്നേലും കട്ടോണ്ട് വന്നാണെങ്കിലോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. നീ ഒന്നുമില്ലാത്ത തേണ്ടി നിനക്കൊരു ബെസ്റ്റ് ഫ്രണ്ടോ? ശരി ശരി പോട്ടെ. കണ്ടിട്ട് പാവം തോന്നുന്നു. എന്താ ജമിനി? സൈക്കിള് ചോദിച്ചു, അതും മേടിച്ചു തന്നു. എന്നിട്ട് ഇങ്ങനെയാ ഓടിക്കുക? എനിക്ക് ഓടിക്കാൻ അറിയില്ലല്ലോ, നീ പഠിപ്പിച്ച. എന്തോന്ന് കിളി, കുട്ടിക്കാലത്ത് സൈക്കിൾ ഓടിക്കാൻ പോയിട്ട് എന്റെ കാലൊടിഞ്ഞതാ. ഇപ്പോഴും വേദനിക്കുന്നുണ്ട്. വേണമെങ്കിൽ സീസർ നിന്നെ നല്ലോണം ഓടിക്കും. എന്താ? അല്ല, സീസർ നല്ലോണം സൈക്കിൾ ഓടിക്കുന്നു പറഞ്ഞതാ. ശരി, സീസറിനെ എണീപ്പിക്ക്. നിനക്കല്ലേ സൈക്കിൾ പഠിക്കേണ്ടത്? നീ തന്നെ വന്ന് സീസറോട് ചോദിക്കേ. സീസർ, സീസർ. എന്താടാ അതിശയായിരിക്കുന്നില്ല? എന്താ കിളി? സീസറെ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കോ? ശരി, സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കാം. പക്ഷെ എനിക്ക് നിന്റെ അടുത്ത് ഒന്നൊന്ന് പഠിക്കാനുണ്ട്. അതെന്താ? നീ എനിക്ക് വെടിവെക്കുന്നത് പഠിപ്പിച്ചു തരണം. ഞാൻ അതൊന്നും പഠിപ്പിക്കില്ല. അപ്പൊ സൈക്കിൾ ഞാൻ പഠിപ്പിച്ചു തരില്ല. വേണ്ട, പഠിപ്പിക്ക്. ആദ്യം സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്ക്, എന്നിട്ട് ഞാൻ വെടിവെക്കാൻ പഠിപ്പിക്കാം. കേറിയിരിക്കേ, സീറ്റിലിരിക്കും. അവിടെ എന്തിനാ പിടിക്കുന്നേ? അവിടൊക്കെ പിടിക്കണം, അല്ലെങ്കിൽ താഴെ വീഴും. അത് ശരിയാ. കാലെടുത്ത് പെടലിൽ വെക്ക്. എങ്ങനെയുണ്ട്? നീ ആള് കൊള്ളാലോ, പെട്ടെന്ന് പഠിച്ചല്ലോ. എന്തിനാ മദ്രാസിൽ ഇങ്ങോട്ട് വന്നത്? ഇവിടെ താൻ ഒരു ചെറിയ കാരണമുണ്ട്. അതിനെ ചോദിച്ചാ എന്താ കാരണം? ഇവിടെ എന്റെ ഒരു സാധനം കളഞ്ഞുപോയി. അത് കിട്ടുന്നതുവരെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കിട്ടിയില്ലെങ്കിലോ? ആ സാധനം കിട്ടി, അതിന്റെ സമ്മതം കിട്ടിയിട്ടില്ല. അതിന്റെ സമ്മതത്തോടെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചിരിക്കുക. അപ്പൊ സമ്മതം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടുന്ന് പോകുന്നത് എന്റെ ജീവനായിരിക്കും. ചേച്ചേ, അങ്ങനൊന്നും പറയരുത്. അത് കിട്ടും. ഈ കിളിയല്ലേ പറയുന്നത്? ശരി കിളി, നീ പറഞ്ഞല്ലോ, എനിക്ക് വിശ്വാസമുണ്ട്. അത് തോളത്തിട്ടോ ചേട്ടാ. കാലത്ത് ഉറങ്ങാനും സമ്മതിക്കില്ല. പോയിട്ട് നമുക്ക് വേഗം വരാനുള്ളതാ. നടക്കൂല, അങ്ങോട്ട് വേഗം നടക്കാണ്. അല്ല എടാ, നിന്റെ പേരെന്താടാ? സീസർ. എന്താടാ സീസർ സോസർ എന്ന് പറഞ്ഞിട്ട്? കണ്ടാ നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നില്ലല്ലോ. എടി, നീ ഇവനെ പിടിക്ക്.
നീ മിണ്ടാണ്ട് പോവിടുന്ന് വെറുതെ സംസാരിച്ചു അല്ല പിന്നെ കടന്നിന്റെ പേരെന്താന്ന് പറഞ്ഞു? സീസർ എന്ന് പറഞ്ഞില്ലേ? എന്താണ് സീസർ സോസർ പറഞ്ഞിട്ട്? നമ്മുടെ കൂട്ടത്തിൽ ചേരുന്നില്ലല്ലോ പിന്നെതാ. എടാ കാട്ടുപൂച്ചന്റെ മൂത്രത്തിന് മണന്ന് വരുന്നില്ലല്ലോ. മദ്രാസിലല്ലേ ഉള്ളത്, അവിടെ കാടൊന്നും ഇല്ലല്ലോ. ഇയാള് പൂച്ച വേട്ടയ്ക്കൊന്നും പോയിട്ടില്ല, നമ്മുടെ കൂട്ടം തന്നെയാ. ആ കിളി, ആ കിളി, വാ 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 വാ. ചേട്ടാ ആ എനിക്കൊരു ബലൂൺ എടുത്താ. എടാ നീ ഇതൊന്ന് ഊതി കാട്ടറ നീ. ആ എടി കിളി, നിന്റെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടോ നീ? എന്റെ ഈശ്വര, ഇവനങ്ങ് എന്താണ് നീ കണ്ടിട്ട് ഒരു ബഹുമാനമില്ലാത്ത പോലെ? ഞാൻ നിന്നെ കാണാൻ വന്നാണ്. ഇവനെന്താ ഊതിനെ പോലെ അവളെ നോക്കണ്? ഇവള് അവനെ നോക്കണ്. നീ എവിടേക്കാ പോണ്? ചിദംബരത്തേക്ക് പോവാ. ചിദംബരം വരെ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാ. ചിപ്പോ അയ്യോ ഇത് നോക്ക്, ഇതാ പോണ് കണ്ടില്ലേ? അവളെന്റെ മുറപ്പെണ്ണാണ്. അത് മാത്രമല്ല എന്റെ മൂന്നാമത്തെ ഭാര്യ ആകാൻ പോണവളാണ് അവള്. 3 മാസം മുമ്പേ ഞാൻ കെട്ടിയിട്ട് കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ മുരുകൻ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു വൃത്തികെട്ട ചെക്കൻ എന്റെ പ്രേമത്തിന് തൊലച്ചു. ഇപ്പൊ അവന്റെ അവസ്ഥ എന്താണ്? പോലീസ് അവനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനെ പോലീസ് കൊന്നോ ഇല്ലയോ, ഞാൻ എന്തായാലും കൊല്ലും അവനെ. ഇങ്ങനെ നോക്കണതും പെണ്ണുങ്ങളുടെ പിന്നാലെ പോണതും ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യരുത്. പോയിട്ട് 2 നേരത്തെ ഭക്ഷണത്തിനുള്ള പണി നോക്ക്. എന്നെ വെറുതെ ഒരു മൃഗം ആക്കണ്ട നീ. ആരുടെ വിഷം കലർത്തിയത് പറയടോ. നമ്മുടെ അച്ഛനും അമ്മയും മാത്രമേ വേറെ, മുത്തശ്ശൻ ഒന്നല്ലേ? ചേട്ടന്റെ ചോര തന്നെ എന്റെ ശരീരത്തിൽ ഓടുന്നത്. ഇത്ര വൃത്തികെട്ട കാര്യമൊന്നും ഞാൻ ചെയ്യില്ല ചേട്ടാ. ഉറപ്പായിട്ടും ചാരായത്തിൽ വിഷം കലർത്തിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം ചേട്ടാ. ചേട്ടനാണ് സത്യം. നമ്മുടെ പിള്ളേരോട് പറഞ്ഞേക്കോ സാറേ. സാറ് ധൈര്യയോട് വെക്കോ, ഞാൻ നോക്കിക്കോളാം. കണ്ടാ ഞാൻ പറയാം സാറേ. ഇത് നോക്കുന്നത് എന്താ? എല്ലാവരും നോക്കി. എന്റെ മാമന്റെ മോള് കിളിപ്പണ്. എന്താ ഈ കോട്ടനുള്ളിൽ എന്താണ്ടി വെച്ചിരിക്കണ്? ഇത് വെറുതെ ഇവിടെ വെക്കാണ്ട് പോയി ബിരിയാണി വെക്കി. എന്താരും പറഞ്ഞു കേൾക്കാത്ത? നീ ബല്ലാണ്ട് കളിച്ചാ നിന്റെ ഭാര്യ ഞാൻ വെടി വെക്കണ്ട. പിന്നെ കിളിക്കൂട്ടിന്റെ തള്ളയാണെന്ന് നോക്കില്ല കേട്ടാ. നിന്നെ പിന്നെ വെടി വെക്കാം. ആദ്യം ഇവനെ വെടി വെക്കട്ടെ. പോലീസിൽ നിന്ന് ഇവനെ ഞാൻ കൊടുക്കില്ല. നീ എന്താ കൈ കൊണ്ട് അടിക്കാൻ പറയണു? കണ്ടോ നടന്നിക്ക്. അന്ന് നീ ഇല്ലായിരുന്നെങ്കിലേ ആ കിളിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടേ 2 വേടിയും വെച്ചിട്ട് 2 കുട്ടികളെ ഉണ്ടാക്കിട്ടേ നിക്കിപ്പോ സെറ്റിൽ ആകായിരുന്നില്ലേ? എടാ വൃത്തികെട്ടവട്ടെ, നീ പോടാ പോടാ പോടാ. എനിക്ക് കിളി കിട്ടാത്തത് നീ കാരണോടാ. നീ ഇപ്പൊ ഇവൻ പറയുന്നതൊക്കെ സാറിന്റെ കാത് കേട്ട ഇവന്റെ ഗതി അതോ ഗതിയാ? എന്നാ പിന്നെ ആദ്യം ഇവിടെ തന്നെ വെടി വെച്ച് കളയാ. അല്ലാതെ പിന്നെ വേറെ ഒരു രക്ഷയില്ല. ഇനി അറിഞ്ഞിട്ടെന്താ, അറിഞ്ഞില്ലെങ്കിൽ എന്താ? ഇനി എത്ര കാലം ജീവിക്കുന്നു? വായിത്തൊന്നൊക്കെ വിളിച്ചു പറഞ്ഞു, തീർന്നു. അവന്റെ കഥ തീർന്നു. എടാ നിന്നു ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നേ? സാറേ, അല്ല സാറേ, അല്ല നിങ്ങളിപ്പോ അവനെ വെടിവെക്കുന്നുണ്ടാ അതോ ഞാൻ അവനെ വെടിവെക്കണ? ഓ ഇപ്പഴാ മനസ്സിലായത്. നിങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാരെ പിടിച്ചിട്ട് വെടിവെക്കുന്നവരല്ലേ. ഞങ്ങളൊക്കെ പറക്കുന്നതിന് വെടിവെക്കും, നടക്കുന്നതിന് വെടിക്കും, ഓടുന്നതിന് വെടിക്കും. നിങ്ങളൊന്നും ഓടിപ്പോയിട്ട് ആരെയും വെടിവെച്ച് കൊല്ലില്ല അല്ലേ? മര്യാദക്ക് പോകുന്നുണ്ടോ നീ? സാറേ ക്ഷമിച്ചേക്ക് സാറേ. എടാ പോടാ, മാപ്പ് തരണം. മര്യാദക്ക് വിളിച്ചോണ്ട് പോടി, ഇല്ലെങ്കിൽ ഞാനങ്ങ് കൊണ്ടുപോകും. ശരി സാറേ, ഞാൻ അവനോട് പറഞ്ഞോളാം. നിങ്ങൾ പോ സാറേ. കിളി, ഈ ആള് പാവായിരുന്നു. പോലീസ് അന്വേഷിക്കുന്ന കണ്ടിട്ട് പാവം തോന്നുന്നു. ഇയാൾ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. വളരെ നല്ല മനുഷ്യനായിരുന്നു. SP ലൈനിലുണ്ട് സാർ. പറഞ്ഞോളൂ സാർ. ഓക്കെ സാർ. ഓക്കെ യാ ഓക്കെ സാർ. ശരി സാർ. ഓക്കെ, വണ്ടി എടുക്കുക. SP ഓഫീസിൽ പോകണം. ശരി സാർ. നല്ല രസമുണ്ടല്ലേ? ആ നെയിൽ പോളിഷ് എടുക്ക. ഇത് നന്നായിട്ടുണ്ടാവും.
ഒക്കെ കൂടെ എത്രയായി? 20 രൂപയായി. ഇതാ 20 രൂപയ്ക്ക് 10 രൂപയാണോ തരിക? വെയിലത്തിരുന്ന് കഷ്ടപ്പെടുക. ഞാൻ തന്ന സാധനത്തിന്റെ വിലയാ ചോദിക്കുന്നത്. 20 രൂപ തരൂ. ഏയ് എന്താടി, ഞാൻ ആരാന്നറിയോ നിനക്ക്? ഈ ബസ് സ്റ്റാൻഡ് എന്റെ കൈക്കുള്ളിലാ, കൊന്നുകളയും. ഇവിടെ കട വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. കെയർഫുൾ ആയിട്ടിരുന്നോ, അതാ നല്ലത്. അയ്യോ ചേച്ചി പോവല്ലേ, അതൊക്കെ ഇങ്ങ് തിരിച്ചു തന്നിട്ട് പോകും. അത് തരൂ. എന്റെ കൈ കയറി പിടിക്കുന്നോ? മാഡം, ന്യായമായ വിലയല്ലേ ചോദിച്ചത്, അതിനെന്തിനാ തല്ലുന്നേ? നീ ഇവൾക്ക് സപ്പോർട്ടാണോ? നീ ആരടാ? എടാ കൈ വിടെ, കൈ വിടാനാ പറഞ്ഞത്. പെണ്ണാന്ന് കരുതി വിടുക, അല്ലെങ്കിൽ എടാ, തീർന്നേ. നീ എന്റെ കൈയാണ് പിടിച്ചത്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ഇതിന്റെ ഫലം നീ അനുഭവിച്ചാ തീരൂ. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. ഇരിക്കും കരയല്ലേ, ഞാൻ പറയുന്നത് കരയല്ലേ കിളി. എന്താ ചേച്ചി? എന്താടാ ചേച്ചി കോച്ചിന്ന്? ആ കുറവൻ എന്നെ അടിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഒന്നും ചെയ്യണ്ട, വേണ്ട, മതി. വേണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല കിളി. ഇരിക്കേ, ഞാനെല്ലാം പറയുന്ന ഇരിക്കേ, പേടിക്കണ്ട കിളി. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വേണ്ട, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. എനിക്ക് പേടിയാ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം കിളി, ഇപ്പൊ തന്നെ വരാം. കരയല്ലേ, ഞാൻ വരാം. ചേട്ടാ എന്നെ ഒരുത്തും തല്ലി. എന്ത് നിന്നെ തല്ലുന്ന അത്ര ധൈര്യം ഇവിടെ ആർക്കാടാ ഉള്ളത്? വരികടാ, വാളിയാ, ആരെന്ന് പോയി നോക്കിട്ട് വരാം. ഹലോ, ഞാൻ മുരുകനാ. ചേട്ടാ പറയൂ ചേട്ടാ. എന്തിനെങ്ങനെ കരയുന്നേ? ദേ ചേട്ടൻ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങിയ സാധനത്തിന്റെ വില തരാൻ സാരമില്ല, ക്ഷമിക്കണം കേട്ടോ. സാരമില്ല. അതെ, നീ 20 റുപ്യല്ലേ ചോദിച്ചത്, ഞാൻ 50 രൂപ തരുന്നു. ഇത് വെച്ചോ. അനിയ മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. ശരി സ്വാമി. ക്ഷമിച്ചു ശരി, കളാ. എന്നാ ശരി, ഞങ്ങള് ആയിക്കോട്ടെ, പോയി വരട്ടെ. വരട്ടെ. ശരി സ്വാമി. മനസ്സിലൊന്നും വെക്കല്ലേ. പോവാം കിളി. നേരെത്രയല്ലോ കിളീനെ കാണാനില്ല. അതെ, അവള് അമ്പലത്തിലെ ഉത്സവാന്ന് പറഞ്ഞ് പോയിരിക്കുക. വേഗം വന്നേക്കണം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വന്നു. വീട്ടില് ചോറുണ്ടാക്കേണ്ടതല്ലേ. നിങ്ങൾക്ക് പോയി കൂട്ടിട്ട് വന്നെന്താ? അതെ, അവളെന്താ ഇള്ള കുട്ടിയാണോ? നിനക്ക് അവളുടെ കൂടെ ഇരുന്ന് അവളെ കൂട്ടി കൊണ്ടുവരാമായിരുന്നില്ലേ? ആ പിന്നെ എല്ലാത്തിനും ഞാൻ പോണോ? ആ ആ ദേ ദാ അവളെത്തി. കിളി, എന്താ ഇത്ര താമസിച്ചത്? ഇന്നും ബസ് സ്റ്റാൻഡിൽ വലിയൊരു പ്രശ്നം ഉണ്ടായി. സീസറാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. അതെയോ? ഇത് കാരണം ഇനി സീസറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഒന്ന് ചുമ്മാ ഇരിച്ചാ. സീസർ ഭയങ്കര ധൈര്യശാലിയാ. എങ്ങനെ അടിച്ചോന്നറിയോ? അവനെന്തെങ്കിലും കഴിച്ചോന്ന് ആർക്കറിയാ? മുയല് കൂട്ടാൻ വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി കൊടുക്ക്. അവൻ കഴിച്ചതിന് ശേഷം നീയും കഴിക്കേ. പോ എടി. ശരിയമ്മേ. നിന്നെ രക്ഷിച്ച് കൊണ്ടുവന്നതിന് ഒരു ഡാങ്ക്സ് പറഞ്ഞേക്കേട്ടാ. സീസർ, സീസർ, സീസർ. എന്താ കിളി? മുയലിറച്ചിയാ, കഴിച്ചോ? എനിക്കാ? ഇന്ന് ബസ് സ്റ്റാൻഡിൽ നടന്നതൊക്കെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ നിനക്ക് ഡാങ്ക്സ് പറയാൻ പറഞ്ഞു. ഡാങ്ക്സ് സീസർ, കഴിക്ക്. നീ വാരുത്താ. അത് ശരി, അവൻ ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മളെ ഇടിച്ചിരുന്ന എന്ത് ചെയ്തേനെ? നമ്മളെ എതിർത്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറും പാവാണെന്ന് കരുതി നമ്മളെ പറ്റിക്കും. സംസാരിക്കണം കിളി. അടിച്ചാ നമ്മൾ തിരിച്ചടിക്കണം. നമ്മുടെ ആളുകളെ കാണുമ്പോ അവർക്കൊക്കെ പുച്ഛവാ. ഈശ്വരൻ അവർക്ക് കൊടുത്ത അതേ വായും അവയവങ്ങളും നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവരല്ലേ, നമ്മൾ അവരെ എന്തിനു പേടിക്കണം? അവരെ അടിച്ചതിൽ ഒരു തെറ്റുമില്ല, അല്ലേ കിളി? എന്നാ ഞാൻ പോട്ടെ.
ഞാൻ കഴിച്ചോളാം, നീ പോയി ഉറങ്ങിക്കോ. ശരി സീസർ. നാളെ കാണാം. ചേട്ടാ ഞാനൊക്കെ കേട്ടു കേട്ടോ. ചേട്ടാ ഞങ്ങളുടെ ആൾക്കാരോട് ചേട്ടൻ ഇത്രയ്ക്ക് ബഹുമാനമാണോ? ഇഷ്ടമാടാ, ഈ ജീവിതം എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യത്തിലും സത്യസന്ധതയാണ്. പക്ഷെ ഞങ്ങളുടെ ആളുകൾ ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കില്ല, ട്രെയിനിൽ കയറാനും ടിക്കറ്റ് എടുക്കില്ല. നിങ്ങൾ നേരം വെളുക്കുമ്പോൾ തൊട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ ഞങ്ങളുടെ ആളുകൾ കാലത്ത് എഴുന്നേറ്റുടനെ ആരുടെ കാല് വാരാം, ആരുടെ കുടുംബം നശിപ്പിക്കാം, ഇങ്ങനെയാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം പറയട്ടെ, പേപ്പർ വായിക്കുമ്പോൾ എല്ലാ ജാതിയിലും മതത്തിലും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്ന പേപ്പറിലും ടി വിയിലും വരുന്നുണ്ട്. ചേട്ടാ അതേടാ, ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇല്ലടാ. അതുകൊണ്ടാടാ എനിക്ക് നിങ്ങളെ ഇഷ്ടമായത്. ഞങ്ങളോട് ചേട്ടന് ഇത്രയ്ക്ക് സ്നേഹമെന്ന് അറിയുമ്പോ ഒരുപാട് സന്തോഷം തോന്നി ചേട്ടാ. ചേട്ടാ ചേട്ടാ ഞാനിപ്പോ പറയുവാ, കിളി ചേട്ടന് തന്നെ. സത്യം, ചേട്ടൻ വിഷമിക്കാതെ സന്തോഷത്തോടെ കിടക്കാൻ നോക്ക്. കിളി ചേട്ടന്റെ മാത്രമാ, കിളി ചേട്ടന്റെ മാത്രമാ, ചേട്ടന്റെ മാത്രമാ. ജമിനി, എടാ ജമിനി, എണീക്കടാ. ആരാ? എന്താ? എവിടെയാ? നീ എന്താ കാണിക്കുന്നത്? നീ തന്നെ എന്നെ പിടിച്ചു കൊടുക്കുന്നു തോന്നല്ലോ. വാ വാ. സീസറാക്കിയപ്പോ തൊട്ട് എനിക്ക് ഉറക്കമില്ല. കൈയും കാലൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. കിടന്നിട്ട് ഉറക്കം വരണ്ടേ? തലയുടെ കാര്യം പിന്നെ പറയണ്ട. വേടാ, ഒന്ന് കുളിച്ചിട്ട് വരാം. ചേട്ടാ ചേട്ടാ ഞാൻ വേണേ കാല് പിടിക്കാം, വേറെ എന്ത് വേണേലും ചെയ്ത, പക്ഷെ കുളിക്കല്ലേ ചേട്ടാ. ആ കിളിയുടെ അനിയൻ ചേട്ടന്റെ ദേഹത്ത് നാറ്റം കുറവാന്ന് പറഞ്ഞ് സംശയിച്ചതല്ലേ. ചേട്ടൻ കുളിച്ചേച്ചും വന്ന് അവന് മനസ്സിലാവും എന്നെ കൊല്ലേ. ഞാനല്ലേ പറയുന്നത്, കുളിക്കാനല്ലേ കൊണ്ടുവന്നു, കൊല്ലാനൊന്നും അല്ലല്ലോ. പോലീസിനെ പേടിച്ച് എത്ര നാളായി കുളിക്കാതിരിക്കുന്നു. ഇപ്പഴാ ഒന്ന് സമാധാനമായത്. എന്റെ അമ്മു, ഷർട്ടിങ് ഇതാ, ഇവിടുന്ന് തന്നെ ഇടാം. ഇവന്മാരുടെ കണ്ണിപ്പെടാതെ കുറച്ചാളോട് കഴിയണമല്ലോ. വിഗ് വെക്കുന്നതാ വലിയ കഷ്ടം. എടാ ജമിനി, കിളി കിളി കിളി, ഞാൻ പറയുന്നത് കേക്ക്. കിളി നിക്ക്, കിളി കിളി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കിളി നിക്ക്, നിക്കാനാ പറഞ്ഞ. ഞാൻ പറയുന്നത് കേക്ക്. കിളി, ഞാൻ പറയുന്നത് കേക്ക്. കിളി, ദയവേത് ഞാൻ പറയുന്നത് കേക്ക്. കിളി, എന്താ കിളി ഇത്? കിളി, ഞാൻ പറയുന്നത് മുഴുവൻ കേക്ക്, എന്നിട്ട് പറ നീ. കിളി, കിളി, ഞാൻ പറയുന്നത് കേക്ക്. കിളി, അയ്യോ എന്താ കിളി ഇത്? കിളി, ഞാൻ പറയുന്നത് കേക്ക്. കിളി, കിളി, ഞാൻ പറയുന്നത് കേക്ക്. ഓല്ലേ കിളി, ഇരിക്കുക. ഞാൻ പറയുന്നത് കേക്ക്, എന്നെ മനസ്സിലാക്ക്. ഞാൻ പറയുന്നത് കേക്ക്, അവിടെ ഇരിക്കേ. ദേവിയത് ഞാൻ പറയുന്നത് കേക്ക്. ഞാനും ജാതി നോക്കുന്നവനാ, പക്ഷെ നിന്നെ കണ്ട ഉടനെ സ്നേഹം കൊണ്ട് എല്ലാം ഞാൻ വിട്ടുകളഞ്ഞു. നിന്നെ എപ്പ കണ്ടോ ആ നിമിഷം തന്നെ എന്റെ മനസ്സിന്റെ ജാതി ഇല്ലാതെ. ഞാൻ എന്താ കിളി ചെയ്യേണ്ടത്? പറ, എന്ത് ചെയ്യണമെന്ന് പറ. പോലീസിനെ പേടിച്ചിട്ടല്ല ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ കാണാൻ വേണ്ടിയിട്ടാടി. നിന്നെ കണ്ട നിമിഷം തന്നെ നീ എന്റെ കൂടെ ജീവിക്കേണ്ടവളാണെന്ന് ഞാൻ തീരുമാനിച്ചത്. അതൊന്നും നടക്കില്ല. ഞാൻ എന്റെ ജാതിയിലല്ലാതെ വേറെ ആരും കെട്ടില്ല. ഹിന്ദു ആവണമെങ്കിൽ പൂണൂലിടണം, മുസ്ലിം ആവണമെങ്കിൽ സുന്നത്ത് ചെയ്യണം, ക്രിസ്ത്യാനി ആകണമെങ്കിൽ മാമോദീസ മുക്കണം. നിന്റെ ജാതിയിലേക്ക് മാറാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യണമെന്ന് പറ. പറ, എന്താടി ചെയ്യണ്ടേ? പറയ കിളി, ഞാൻ എന്താ ചെയ്യേണ്ടത് പറ. നിന്റെ കൂടെ കൂടിയാ നിന്റെ ജാതിയിലേക്ക് എനിക്ക് മാറാൻ പറ്റുമല്ലോ. നിന്റെ കൂടെ കൂടിയാ നിന്റെ ജാതിയിലേക്ക് എനിക്ക് മാറാലോ. അയ്യേ, ഇതെന്തുവാ? കുളിക്കുന്ന സമയത്ത് കിളിയും ഞാനും കൂടെ കെട്ടിമറിയണത് പോലെ സ്വപ്നം കണ്ട്. എന്തായാലും നന്നായി. കള്ളും കുടിച്ച് വെളിവില്ലാതെ ഇവിടെ വന്ന് കിടന്നത്. നാട്ടിലാ കിടന്നിരുന്നെങ്കിൽ എന്നെ ആ നാട്ടിൽ നിന്ന് അടിച്ച് ഓടിച്ചേനെ. ഇനി ചേട്ടന്റെ കൂടെയുള്ള ഉറക്കം മതിയാക്കി. എനിക്ക് വയ്യ. കിളിയാന്ന് കരുതി എന്നെ വല്ലതും ചെയ്താലോ? മുരുകനുള്ള സ്ഥലം നിനക്ക് മാത്രമേ അറിയൂ. എവിടെയാണെന്ന് മാത്രം പറ. സാർ, രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മുരുകൻ ഇരിക്കുന്ന സ്ഥലം എനിക്ക് അറിയില്ല. അറിഞ്ഞാ നിങ്ങളോട് പറയാതിരിക്കോ സാറേ? എനിക്ക് അവന് യാതൊരു ബന്ധമില്ല സാറേ. മുരുകനാ ഫോൺ ചെയ്യുന്നത്. ഞാൻ സ്പീക്കറിലാ ഇടാൻ പോന്നെ. അവൻ എവിടെയാണെന്ന് മാത്രം ചോദിക്കും. രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ കൊല്ലും. എടാ, ഇത് മുരുകനാടാ.
ചേട്ടാ സുഖാണേട്ടാ? ആ സുഖമായിട്ടിരിക്കുന്നു. എവിടെ ചേട്ടപ്പള്ള? ഞാൻ എവിടെ ഉള്ളതെന്ന് ആരും അറിയണ്ട, പിന്നെ പറയാം. ഇവിടെ കുഴപ്പമൊന്നുമില്ല. എടാ, ചാരായത്തി വിഷം കലർത്തിയവനെ കണ്ടുപിടിച്ചടാ. യാരാ ചേട്ടാ? അത് ഇൻസ്പെക്ടർ ധർമ്മരാജന്റെ പണിയാടാ. എടാ, അവൻ നമ്മൾ കരുതുന്ന പോലല്ല. നാഗർകോവിലിൽ 4 പേരെ എൻകൗണ്ടർ ചെയ്തവനാ. ആ 4 എൻകൗണ്ടർ എങ്ങനെയാ അവൻ ചെയ്തെന്നറിയോ? ആ 4 റൗഡികളെയും അവന്റെ കൂടെയുള്ള ആളുകളെ വെച്ച് ചോറിൽ വിഷം കലർത്തി കൊടുത്തിട്ട് റോഡിൽ വലിച്ചിട്ട് എൻകൗണ്ടർ ചെയ്തെന്ന് റിപ്പോർട്ട് എഴുതിയവനാ. വിഷം കൊടുത്ത് കൊല്ലുന്നത് അവന്റെ രീതി. ഇപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടി അവൻ നടക്കുന്നത്. അതിനു വേണ്ടി അവൻ എന്തും ചെയ്യും. നീ ഒരു കാര്യം ചെയ്യ്. അവൻ വീട്ടിൽ നിന്ന് സ്റ്റേഷനിൽ പോകുമ്പോഴും സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ പോകുമ്പോഴും ആരെ കാണുന്നു, എവിടെ പോകുന്നു, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നാൽ മതി. കേട്ടോടാ? ശരി ചേട്ടാ. അവൻ എന്നെ കൊല്ലാൻ പോവുകയാണെന്നോ? അതിനു മുമ്പ് അവന്റെ കഥ ഞാൻ കഴിക്കും. എന്താ കിളി, എന്താ എങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല. ഇവിടെ മുരുകൻ എന്നൊരാളുണ്ടായിരുന്നു. നിന്നെ പോലെ തന്നെ ഉണ്ടാവും കാണാൻ. ഈ മുടിയും മൂക്കുത്തി ഇല്ലെങ്കിൽ നീ അസൽ അവൻ തന്നെയാ. നിനക്കൊരു കാര്യം അറിയോ? ലോകത്ത് ഒരേപോലെ 7 പേരുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കൊല്ലത്തൊരുത്തനുണ്ടാവും, കൊച്ചിയിലൊരുത്തനുണ്ടാവും, പാലക്കാട് ഒരുത്തനുണ്ടാവും, മൊത്തത്തിൽ 7 പേരുണ്ടാവും. അല്ല, ഇപ്പൊ അവനെ കുറിച്ച് എന്താ ചോദിക്കാൻ കാരണം? അവൻ അത്ര വലിയ ആളാണോ? അവൻ വലിയ റൗഡിയാ. എന്റെ പുറകിൽ നിന്ന് മാറില്ലായിരുന്നു. ഇപ്പൊ അവൻ പോലീസിനെ പേടിച്ച് ഒളിവിൽ പോയിരിക്കുക. എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമായിരുന്നു. ഇനി എന്നെ കാണാൻ വരുമ്പം നിന്നെ കാണിക്കാട്ടോ. ദാ വരുന്നമ്മേ. സീസർ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാട്ടോ. മുരുകനായി മാറി കിളിയുടെ അടുത്തൊരു കളി കളിക്കാം. സീസർ, സീസർ, സീസർ. എടീ, ആരാ മുടിയൊക്കെ വളർത്തി നിന്റെ കൂടെ കറങ്ങുന്നില്ല? അവനോ? അവനെ ഞാൻ പൊക്കി. വേണ്ട സാറേ, എന്റെ സീസറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവനോടെ ഇരിക്കില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ചൂടയിൽ വെച്ച് അവനെ കത്തിച്ച് കാണും. ഞങ്ങളെ വിട്ടേക്ക് സാറേ. എനിക്ക് നിങ്ങളോടൊപ്പം ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അവനെ കുറിച്ച് പറയുമ്പോ ഭയങ്കര സ്നേഹമാണല്ലോ. അവനോട് നിനക്ക് പ്രേമാണോ? അതെ സാറേ, അതെന്റെ അമ്മാവനാ. മദ്രാസിൽ നിന്ന് വന്നിരിക്കുക. ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ. പലരുടെയും കല്യാണം നിങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. എടേ, അവനെ പൊക്കിന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാൻ അവനെ ഒന്നും ചെയ്യില്ല, നീ പേടിക്കൊന്നും വേണ്ട. പക്ഷെ ഒരു കാര്യം, അവനെ അല്ലാതെ വേറെ ആരെങ്കിലും കെട്ടാൻ നോക്കിയാലുണ്ടല്ലോ, അവനെ വെറുതെ വിടും, നിന്നെ കൊന്നുകളയും. മനസ്സിലായോ? സീസർ, സീസർ, നിനക്കൊരു കുഴപ്പമില്ലല്ലോ? ഒന്നുമില്ലല്ലോ. നിനക്കൊന്നും ഉണ്ടാവില്ല സീസർ. നീ പേടിക്കണ്ടേ, എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്കൊന്നും സംഭവിക്കില്ല. നീ നന്നായിരിക്കും. എനിക്ക് പേടിയാവുന്നു സീസർ. സീസർ, എനിക്കൊരു കുഴപ്പമില്ല. നീ ചെല്ലുകളി. എന്നെ ഓർത്ത് നീ വെറുതെ വിഷമിക്കല്ലേ. ചെല്ല്. നാട്ടുകാരും പോലീസുകാരും എന്നെ കൊല്ലാൻ നോക്കുക. നീ ഒരുത്തി മാത്രമാ ഞാൻ ജീവിക്കണമെന്ന് വിചാരിക്കുന്നവള്. നമുക്കൊരുമിച്ച് ജീവിക്കണം. എടാ സീസറേ, ഈ വർഷത്തെ ആനിവേഴ്സറിയിൽ നമ്മുടെ പിള്ളേർ വേണം ഫസ്റ്റ് പ്രൈസ് എടുക്കാൻ. അതിനുവേണ്ടി നീ ഒരു പാട്ട് പാട്. നീ പാടുന്ന പാട്ടിൽ എല്ലാവരും ചാടി കളിക്കണം. മനസ്സിലായോ? നീ വാ, വന്നിരുന്ന് പാട്. വേണ്ട, എനിക്ക് പാടാനൊന്നും അറിയില്ല. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞതല്ലേ ഇവൻ നമ്മുടെ കൂട്ടത്തിൽ ചേരില്ലാന്ന്. കണ്ടോ, അവന് പാടാൻ അറിയില്ല. അവന്റെ മേലെ നമ്മുടെ കൂട്ടത്തിന്റെ മണം വരുന്നില്ല എന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. നിങ്ങൾ ആരെങ്കിലും കേട്ടോ അത്? ചേട്ടാ, നിങ്ങളിപ്പോ പാടിയില്ലെങ്കിൽ നമ്മുടെ കള്ളി വെളിച്ചത്താവും. അതുകൊണ്ട് പാട്. ഇപ്പൊ പാടും കേട്ടോ. പാടിക്കോ ചേട്ടാ, പാടിക്കോ. ഞാൻ പാടി പാടുന്നേ. ചെന്ന് പാടിക്കോ. പാടാം. ചേട്ടല്ലേ പാടിക്കോ. ഒന്ന് മഞ്ഞ പണിയിട്ട് ആളെ കണ്ടാൽ തന്നെ പാട്ട് വരില്ല. നീ അവിടെ ഇരിക്കട്ടെ സീസറെ, നിന്റെ പാട്ട് ഞാനൊന്ന് കേക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. വാടോ. അവനെ ഇതുവരെ പിടിക്കാൻ പറ്റിയില്ല. ലോക്കലിലുള്ള നിങ്ങളല്ലേ സഹായിക്കുന്ന അവനെ. അവനെ കണ്ട് നിങ്ങളൊക്കെ പേടിച്ചോ? ഇല്ല, അവന്റെ അടുത്തുനിന്ന് കാശ് വല്ലതും വാങ്ങിച്ചോ? നിങ്ങൾ പേഴ്സണലായിട്ട് കാണുന്നു, ഞാൻ കടമയായിട്ടാണ് കാണുന്നത്. ഇത് കണ്ടെത്താതെ എനിക്ക് ഉറക്കില്ല.
അഖിലേ, നീ എന്നെ വിട്ടേച്ച് പോകുന്നില്ലല്ലോ. നീ എന്തൊക്കെയായി പറയുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്നെ കുറിച്ച് മാത്രം സംസാരിക്കുന്നേ. പുറത്തു വന്ന് നോക്ക്, നമ്മുടെ ആൾക്കാർ മുഴുവൻ നിന്നെ കുറിച്ചാ സംസാരം. എവിടുന്നോ പെട്ടെന്ന് വന്നു, എന്തൊക്കെയോ ചെയ്തു. എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായി സീസർ. നമ്മളെ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയും വിചാരിച്ച പോലും പിരിക്കാനേ പറ്റില്ല സീസർ. ഞാൻ നിന്റെ മാത്രമാണ് സീസർ. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുരുകൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ചു. ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. അതിനുശേഷം എൻ്റെ അടുത്ത് വന്ന് എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചു. അതിന് നീ എന്ത് പറഞ്ഞു? ഞാൻ കല്യാണം കഴിച്ചാൽ അതെന്റെ ജാതിയിലുള്ള ആളെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ജാതിയിലല്ലാത്ത ആരെയും എനിക്ക് വേണ്ട. എന്താ കിളി അങ്ങനെ പറഞ്ഞേ? അവര് വലിയ കുടുംബക്കാരാ. അവന്റെ അമ്മ വിചാരിച്ച എന്നേക്കാൾ സുന്ദരിയായ പെൺകുട്ടിയെ തന്നെ കിട്ടും. അദ്ദേഹം എന്തിനാ വെറുതെ ഈ നാർന്ന ജാതിയിലെ എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹത്തിന് വലിയ മനസ്സാ. ഇത് വരുന്നമ്മേ, ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാട്ടോ. ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ചേട്ടാ, മുരുകൻ ചേട്ടാ, ചേട്ടൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നു? മുരുകൻ ചേട്ടാ, ചേട്ടാ എന്തിനാ വെറുതെ കരയുന്നേ? ചേട്ടാ എന്താ പറ്റിയേ? മുരുകനോട് എന്ത് സ്നേഹമാണ് അവൾക്ക്. സീസറിന്റെ അവൾക്ക് ജീവനാണ്. ഇവിടെ ഞാനിങ്ങനെ കളിപ്പിക്കണമെന്ന് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തൊരു തെറ്റാണ് ചെയ്യുന്നത്? ഞാൻ എന്താണ് ഇങ്ങനെ ആയത്? ഞാൻ അവളോട് എല്ലാം തുറന്നു പറയാൻ പോകും. ഞാൻ എല്ലാം പറയാൻ പോകും. ഞാൻ പറയും. ചേട്ടാ ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട. ജെമിനി, എന്ത് പറ്റി? എന്തിനാ സീസർ കരയുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അദ്ദേഹം നിന്നെ ഒന്നും ചെയ്യില്ലെന്ന്. ആ സാറ് നിന്നെ ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. കരയരുത് സീസർ. ആ സാർ ഒരിക്കലും നമ്മളെ പിരിക്കില്ല, നമ്മളെ ഒരുമിപ്പിക്കേ ഉള്ളൂ. സീസർ, സീസർ കരയണ്ട സീസർ. നാഗർകോവിലിൽ 4 പേരെ എൻകൗണ്ടർ ചെയ്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. സാർ അവൻ എങ്ങനെ കൊല്ലുക? ശക്തി ഉള്ളത് കൊണ്ട് മാത്രം അവനെ കൊല്ലാൻ സാധിക്കില്ല. ധീരൻ ചിന്നമല, മമ്മട്ടിയാൻ, വീരപ്പൻ, ഇവരെ എല്ലാവരെയും സെന്റിമെന്റ് വെച്ചാണ് കൊന്നത്. മുരുകൻ എന്താ സെന്റിമെന്റ് ഉള്ളത്? എന്താ ചേച്ചി, എന്തെങ്കിലും കഴിച്ചോ? ഞാൻ എന്ത് കഴിക്കാനും? ഇന്ന് എന്റെ മകൻ മുരുകന്റെ പിറന്നാള്. അവന്റെ ഓരോ പിറന്നാളിന്റെ അന്നും ഈ വീട് ഒരു കല്യാണപ്പുരം മാതിരി എന്തൊരു ആഘോഷമായിരിക്കും ഇവിടെ. അതുകൊണ്ട് സുധയെ ഞാൻ അമ്പലത്തിലേക്ക് അയച്ചിരിക്കാം. അവന്റെ പേരിൽ ഒരു അർച്ചന നടത്തി ഒരു 10 പേർക്കെങ്കിലും ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാം. അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ മോൻ ഇവിടെ വന്നോ? കഴിഞ്ഞ വർഷം ഈ ദിവസം എന്തൊരു ആഘോഷമായിരുന്നു ഇവിടൊക്കെ. പക്ഷെ ഈ വർഷം കണ്ടില്ലേ, വാണ്ടഡ് പോസ്റ്റർ. എന്റെ മകൻ ഈ ലോകത്തിൽ എവിടെ ഉണ്ടായാലും എന്നും എന്റെ അനുഗ്രഹം അവന്റെ കൂടെ ഉണ്ടാവും. അവൻ ഇരിക്കുന്ന സ്ഥലം പറ, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിയോളാം. പിന്നീട് അവൻ എങ്ങോട്ടും പോകേണ്ട ആവശ്യം വരും. എന്റെ മകൻ എവിടെയും ഓടി ഒളിച്ചിട്ടൊന്നുമില്ല. അവൻ തെറ്റ് ചെയ്തിരുന്നെങ്കിലേ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമായിരുന്നു. ഇപ്പൊ അവൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്തോന്ന് പ്രധാനപ്പെട്ട കാര്യം? ജീവനെ പേടിച്ച് ഓടി ഒളിച്ചു. പേടിയോ? എന്റെ കുടുംബത്തിന് ആ വാക്ക് പോലും അറിയില്ല സാറേ. നേർക്ക് നേർ നിന്ന് 10 പേരെ കൊന്നിട്ടാ എന്റെ ഭർത്താവ് മരിച്ചത്. എത്ര വലിയ പട വന്നാലും എന്റെ മകൻ ഒറ്റയ്ക്ക് എതിർക്കും. നേർക്ക് നേരെ നിൽക്കാൻ പേടിച്ചിട്ട് മുതുകിൽ വന്ന് കുത്തുന്ന ഏതോ ഒരു ദുഷ്ടൻ ചാരായത്തിൽ വിഷം കലർന്നു. അവൻ ആരാ ഏതാന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അന്ന് നിങ്ങൾക്കറിയോ എന്റെ മകൻ ആരാണെന്ന്. ശരിയമ്മേ, കുടിക്കാൻ ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് തരൂ. അയ്യോ, എന്റെ മകന്റെ പിറന്നാൾ ദിവസം 1000 പേർക്ക് അന്നദാനം നടത്തുന്ന സ്ഥലമായത്. ഇന്ന് ഇൻസ്പെക്ടർ സാറിന് ഒരു ഉരുള ചോറ് പോലും തരാൻ വയ്യ. വെറും വെള്ളം ചോദിക്കുന്നല്ലോ സാറേ. നിക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്താമ്മേ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്? ഗ്ലാസ് ഇല്ലേ? അയ്യോ, ഞാനിപ്പൊ കൊണ്ടുവരാം.
ഇതാ അത് ശരി, ഈ വെള്ളം കുടിക്കാമല്ലോ അല്ലേ? എന്താ സാറേ അങ്ങനെ ചോദിച്ചത്? അതുകൊണ്ടല്ല, ചാരായത്തിൽ വിഷത്തെ കലർത്തി കുറെ പേരെ കൊന്ന കുടുംബമല്ലേ, അതുകൊണ്ടാ. ബാക്കി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിലോ? പാരമ്പര്യമായിട്ട് എല്ലാവർക്കും പാല് കൊടുത്തേ ഞങ്ങൾക്ക് ശീലമുള്ളൂ. ഓ, ഞാനിതിൽ കുറച്ച് വിഷം അങ്ങോട്ട് കലർത്തി. മുരുകാ! എന്താ ചേട്ടാ ഇങ്ങനെ വേർക്കുന്നേ? എന്ത് പറ്റി? എന്ത് പറ്റി? അമ്മയ്ക്ക് എന്തോ സംഭവിച്ച പോലെ സ്വപ്നം കണ്ടടാ. ചേട്ടാ സ്വപ്നമല്ലേ, അമ്മയ്ക്കൊന്നും ഒന്നും ആവില്ല. ചേട്ടൻ ചായ കുടിക്കുന്നോ? ശരി ചേട്ടൻ കിടക്ക്, ഞാൻ ചായ മേടിച്ചോണ്ട് വരാം. ഇപ്പൊ നിന്റെ മോൻ വരില്ലേ? തീർച്ചയായിട്ടും വരും. മുരുകാ! അമ്മേ 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 എന്ത് പറ്റി അമ്മേ? അമ്മേ എന്ത് പറ്റി അമ്മേ? അമ്മേ അമ്മേ അമ്മേ! ചേട്ടാ 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 എന്താണ്? എന്താ കാര്യം? എന്താ ചേട്ടാ ഞാൻ എങ്ങനെ പറയാ? പറ. അമ്മയെ കൊന്നു കളഞ്ഞു ചേട്ടാ, അമ്മയെ കൊന്നു കളഞ്ഞു. എടാ, നീയും ഞാനും തമ്മിലല്ലടാ പ്രശ്നം. എന്റെ അമ്മ എന്ത് ചെയ്തടാ? പാവം, കൊന്നു കളഞ്ഞല്ലോടാ. ഈ കൈ കൊണ്ടല്ലടാ നീ എന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത്. മുരുക, മുരുക, എന്നെ കൊന്നേക്കണം. അത്ര എളുപ്പത്തിൽ നിന്നെ ഞാൻ കൊല്ലുവോ? എന്നെ ജീവനോട് വിടരുത്. എപ്പ ചാകണം, എങ്ങനെ ചാകണമെന്ന് ഞാൻ തീരുമാനിക്കൂടാ. ഡിപ്പാർട്ട്മെന്റില് നീ വലിയ മറ്റവനായിരിക്കും. ഇവിടെ ഈ ഞാനടാ വലിയവൻ. വിടില്ലടാ, അത്ര പെട്ടെന്ന് നിന്നെ ഞാൻ വിടില്ല. കാണിച്ചു കൊടുക്കടാ. ചേട്ടാ ചേട്ടൻ അനിയത്തെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. അവരമ്മാവന്റെ വീട്ടിൽ സുഖമായിരിക്കുന്നു. പക്ഷെ ചേട്ടൻ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. എന്താടാ? അമ്മ മരിക്കുമ്പോ എന്ത് സംഭവിച്ചാലും ചേട്ടൻ നാട്ടിലേക്ക് വരാൻ പാടില്ലെന്നും പറഞ്ഞാ മരിച്ചത്. അനിയത്തി എന്തും പറഞ്ഞ പോയതെന്ന് അറിയോ? ചേട്ടൻ എവിടാണെങ്കിലും സുഖമായിരിക്കട്ടെ, ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. അവരെ കാണാൻ ചേട്ടൻ പോയാ ചേട്ടനെ പോലീസുകാർ വെടിവെക്കുന്നു പറഞ്ഞ് കരയുമായിരുന്നു. ചേട്ടാ എവിടേക്കാ പോകുന്നത്? സറണ്ടർ ആവാൻ പോവാ. എന്താ ചേട്ടാ ഈ പറയുന്നത്? ഞാൻ തീരുമാനിച്ചടാ, നാളെ സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാൻ പോവാ. അപ്പോ ചേട്ടനെ കാത്തിരിക്കുന്ന കിളിയോട് എന്ത് പറയും? എന്നെങ്കിലും ഒരു ദിവസം കിളി സത്യം അറിഞ്ഞ് എന്തിനാ എന്നെ ഇങ്ങനെ പറ്റിച്ചെന്ന് ചോദിച്ചാ ചത്തുപോടാ ഞാൻ. ചേട്ടാ അവളെ എനിക്കിപ്പോ കാണണം. അവൾ എവിടെയുണ്ടാ? എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പറയടാ. പറയാനല്ലേ പറഞ്ഞത്? ബസ് സ്റ്റാൻഡിലുണ്ടാവും. കിടി ഇവിടെ വാ. നിനക്കും സീസറിനും കല്യാണാത്രേ. അതെ, അടുത്ത ആഴ്ചയാ. സീസർ ആരാണെന്ന് നിനക്കറിയോ? എനിക്കറിയാലോ, എനിക്ക് വേണ്ടി മദ്രാസിൽ നിന്ന് വന്നതാ. അടിച്ച് ഇവളെ തല്ലിയിട്ട് കാര്യമല്ലടാ, തല്ലേണ്ടത് മുരുകനെ. അവൻ എവിടെ പോയടാ ബുദ്ധി? ഇവനൊക്കെ ആ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മുടെ ഏരിയയിലേക്ക് വന്നാ നമുക്കൊക്കെ മുണ്ടെടുത്തോണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അത് നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവനൊക്കെ ജീവിക്കുന്നതിനേക്കാൾ നല്ല മരിക്കടാ. വിളിക്കടാ നീ പോലീസിനെ. നീ തന്നെ വിളിക്ക്. സാർ, അമ്മേ, 10 ദിവസമായിട്ട് സീസറിനെ കണ്ടില്ലല്ലോ അമ്മേ. എവിടെ പോയി കാണും? എടി, അവൻ മെഡ്രാസിൽ നിന്ന് വന്നതാ. മെഡ്രാസിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവും. അവനെ വിചാരിച്ചോണ്ടിരിക്ക. നിന്റെ ജോലി നോക്കടി.
മെഡ്രാസിലേക്ക് പോവാ. എന്നെ അന്വേഷിക്കണ്ട. സീസർ, നീ എന്റെ സീസർ അല്ലേ? സാറേ, ആ പെണ്ണിനെ ഒന്ന് നോക്കിയേ. എന്റെ സീസർ തീർച്ചയായിട്ടും വരും. വന്നെന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവും. ഏതാ അത്? കൊള്ളിടത്തിൽ നമ്മളൊരു എൻകൗണ്ടർ ചെയ്തില്ലായിരുന്നോ? പേരെന്താ? അറ്റാക്ക് മുരുകൻ. എന്റെ കാവിലമ്മ ഇങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണേ. ചേട്ടാ, ഒക്കെ തീർന്നു. പാവാ സാറ് മരിച്ചു പോയി. എന്റെ സീസറിനെയും കല്യാണം നടത്തി തരാന്ന് പറഞ്ഞതാ. സീസറിന് ഫോൺ ചെയ്ത് ബസ് സ്റ്റാൻഡിലേക്ക് വരണ്ടെന്ന് പറയാം. ഇയാളെ കണ്ട് പേടിച്ചു പോകും. നീ എന്തിനാ കരയുന്നെ? സങ്കടം കൊണ്ടാ. പോകാം. മുരുകൻ കുറച്ച് ദിവസം ഒളിവിലായപ്പോ സീസർ എന്ന പേരിൽ ഇവളെ പ്രേമിച്ചിട്ടുണ്ടായിരുന്നു സാർ. പാവം സാർ, അവൻ ചത്തുപോയതുപോലെ അറിയാതെ അവനെ തെരഞ്ഞു നടന്ന് ഇപ്പൊ ഇങ്ങനെയായി സാർ. ഇതുപോലെ എത്രയോ കിളികൾ അവരുടെ സീസറിനെ അന്വേഷിച്ച് പലയിടത്തും അലഞ്ഞു നടക്കുക. അതിലൊന്ന് മാത്രമാണ് ഈ കഥ.